ഇപ്പൊ ഇവിടെ സെല്ലിനുള്ള ഒരു കൺഫർമേഷനും ഇല്ല അപ്പൊ ആ മോർണിംഗ് സ്റ്റാറിൽ. ഇപ്പത്തത് ഇപ്പൊ എന്താ ന്യൂസ് ഉണ്ടായിരുന്നു അല്ലെ? ന്യൂസിന്റെ എഫക്റ്റിലാണ് ഒന്ന് മാർക്കറ്റ് ഒരു ഇത് വന്നിട്ടുള്ളത്. അത് നോക്കാം. അതിനു മുമ്പ് സുനിലേട്ടൻ, അയത്തേട്ടൻ, അമൽ ബ്രോ, ബൈജേട്ടാ സുനിലേട്ടൻ നമസ്കാരം. ബൈജേട്ടൻ എന്ന് വരുമല്ലോ അല്ലെ? ഇല്ല ബ്രോ ഡ്യൂട്ടിയില്ല. എന്നില്ല ഇല്ല ഡ്യൂട്ടിയില്ല. കേക്കണ്ട്. ഓക്കെ ഓക്കെ. ഋഷാദ്, അനീഷേട്ടൻ, ഓക്കെ. ജസ്റ്റ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പൊ ഒന്നാമത് വാറിന്റെ അടുത്ത് നടക്കുന്നതുകൊണ്ട് മാർക്കറ്റൊക്കെ അത്യാവശ്യം നല്ല അപ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സെല്ലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ലോങ് പൊസിഷൻ ഒരിക്കലും സെല്ലൊന്നും ചെയ്യരുത്. അത്യാവശ്യം ക്യാപിറ്റലുള്ള ആളുകൾ SL വെക്കാണ്ട് ട്രേഡ് ചെയ്യാറുണ്ട്. അപ്പൊ അവരൊന്നും സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അക്കൗണ്ട് കാലിയാവും. ബൈ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാം. വാറിന്റെ ഇഷ്യൂസ് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് മാർക്കറ്റൊക്കെ അത്യാവശ്യം ഇമ്പൾസീവ് ആണ്. പിന്നെ ഈ കറക്ഷൻ ഒന്നും ഇപ്പത്തെ ഈ താഴെ കാണിക്കുന്ന ഇംബാലൻസ് ഒന്നും ഇത് ഇപ്പൊ ഫില്ല് ചെയ്യില്ല കേട്ടോ. താഴേക്കൊക്കെ വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ് വരിക. അപ്പോ അത് ടൈം എടുക്കും. ഓക്കെ, നോക്കാം. ഇന്ന് ജോൺ ഗ്രൂപ്പിലിട്ടുണ്ടാവും സൈക്കോളജിയുടെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സൈക്കോളജീൻ്റെ ക്ലാസ് ഇപ്പോൾ പ്രത്യേകിച്ച് ഞാനൊന്നും പറയേണ്ട കാര്യം ഉണ്ടാവില്ല. കാരണം ഓൾറെഡി ഒരു 2 മാസം മുമ്പ് ക്ലാസ് കഴിഞ്ഞ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് കറക്റ്റായിട്ട് വ്യക്തമായിട്ടുണ്ടാവും എന്താണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ പുതിയ ആളുകൾ, അതായത് ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 1 മന്ത് ആവാൻ പോകുന്ന ആളുകൾക്ക് മാത്രമാണ് കുറച്ചും കൂടി ഇതിന്റെ ഒരു സംഭവം എന്താന്ന് മനസ്സിലാവാണ്ടാവുക. ഇപ്പോൾ ഷെരീഫ് ആണെങ്കിൽ അങ്ങനത്തെ കുറച്ച് ടീംസ്. പിന്നെ ഒരു മിനിറ്റ്. ഓക്കെ. ഇന്നിപ്പോ ആരൊക്കെ ട്രേഡ് എടുത്തവരുണ്ടോ? ഇതിൽ ആരൊക്കെ ട്രേഡ് ചെയ്തായിരുന്നു? ഒന്ന് എന്താ അവസ്ഥ? സുനിലേട്ടാ എന്തായി? ട്രേഡ് എടുത്തായിരുന്നോ? എടുത്തായിരുന്നു അല്ലേ? നമ്മള് ഇവിടുന്ന് തന്നതല്ലാണ്ട് എടുത്തിരുന്നോ? ഇല്ല. അല്ല, അത് മാത്രം നോക്കണുള്ളൂ ഇപ്പോ? കാരണം നോക്കണം കേട്ടോ. കാരണം നോക്കണം, നിങ്ങളായിട്ട് നോക്കണം കേട്ടോ. നമ്മൾ ഫുള്ളൊന്ന് സ്കാൽപ്പിംഗ് ആയിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മാർക്കറ്റ് കുറച്ച് റിസ്കി ആയതുകൊണ്ട് തന്നെ വല്ലാണ്ട് ഹോൾഡ് ചെയ്യിപ്പിച്ചിട്ടില്ല. അപ്പൊ ബൈ ആണെങ്കിലും സെല്ലാണെങ്കിലും പിന്നെ അധികം ബൈ മാത്രമാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇപ്പോ മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ, ഹൈ സൈഡിലുള്ള ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഈ താഴെ വരുന്ന മാർക്കറ്റ് ഏത് വരെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്? ഒന്ന് ഈ ലാസ്റ്റ് ഉള്ള നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള OB വരെ വരാൻ അത് വരെ ചാൻസ് ഉണ്ട്. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഫിബ് വയ്ക്കുമ്പോൾ 75 ആണ് OB കിടക്കുന്നത്. പിന്നെ 50 അല്ലേ?
സെല്ല് ഇപ്പൊ ഇവിടുന്ന് എടുത്തായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് TP ബുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതാ ഈ 15ന്റെ കുറച്ച് മുകളിലാണ് കേട്ടോ. ഫസ്റ്റ് ഇവിടെ ബുക്ക് ചെയ്യണം, അതിന് ശേഷമാണ് താഴത്തേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ 50 എത്തിക്കഴിഞ്ഞാൽ ഒരു ചെറിയ കറക്ഷൻ ഉണ്ടാവും 28 ആ ഭാഗത്തുനിന്ന്. അപ്പൊ അവിടെ ഇപ്പൊ 15 മിനിറ്റിന്റെ ഇത് നോക്കുമ്പോൾ ഓർഡർ ബ്ലോക്ക് ഒന്നും കാണുന്നില്ല. പിന്നെ 5 മിനിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇത് കിട്ടുന്നത് ഇവിടെയാണ് OB ആയിട്ട് വരുന്നത് കേട്ടോ. സ്കാൽപ്പിംഗ് ആയിട്ട് ഒരു ബൈ നോക്കാന്നല്ലാണ്ട് വേറെ ഒന്നും നോക്കാൻ പറ്റില്ല. പിന്നെ എന്താ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. FEG ഫില്ല് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ക്യാൻഡിൽ വന്ന് അതേപോലെ താഴത്തേക്ക് വരികയാണ്. 3 മിനിറ്റും ഒരു പിൻബാർ ആയിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പിൻബാർ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. കണ്ടോ, ഓരോ ക്യാൻഡിലും പ്രൊട്ടക്റ്റഡ് ആണ്, താഴേക്ക് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു ക്യാൻഡിലിന്റെ ഹൈ കൂടെ ബ്രേക്ക് ചെയ്തിട്ട് ട്രേഡ് എടുക്കുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ അത് ഓർഡർ ഫ്ലോ പോലെ താഴേക്ക് വരും. ഓരോ സിംഗിൾ ക്യാൻഡിൽ നോക്കിയാൽ മതി. ഇത് ഇങ്ങനെ ഓരോ കട്ടകൾ ഇങ്ങനെ വെക്കുന്ന പോലെ എങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് നേരെ താഴത്തേക്ക് തന്നെ പോകാനാണ് ചാൻസ് കേട്ടോ. അത് നോക്കാം. പിന്നെ ആരൊക്കെ ലൈവ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെ ഉള്ളതില്? വിനോട്ടൻ ഇതാവല്ലേ, മറ്റേ ഡ്രൈവിംഗിലാണ് ഡ്രൈവിംഗില് ഇല്ല, ഇപ്പൊ ഓഫീസിലെത്തി. ആണല്ലേ? എന്താണ് അവസ്ഥ, ചെയ്തിരുന്നോ? ഒരു ചെറിയ ട്രേഡ് എടുത്തു, പക്ഷെ അത് വേഗം കട്ടാക്കി. ഇന്നത്തേതൊക്കെ വേഗം കട്ടാക്കി ഒഴിവാക്കുന്നതന്നെ നല്ല. കാരണം ഇപ്പൊ ഇനിയാണ് സെന്റിമെന്റൽ ഇത് വർക്കാവുന്ന സ്ഥലമാണ്. കാരണം മാർക്കറ്റ് ഇത്രയും കേറിയത് കൊണ്ട് എപ്പോ വേണമെങ്കിലും ഒരു സെല്ല് വരാം. പക്ഷെ ഇവിടെ വാറും കാര്യങ്ങളും നടക്കുന്നത് കൊണ്ട് മാർക്കറ്റ് അപ്പ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു സംഭവം നടക്കുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ OB ഒന്നും ക്ലിയർ ആക്കാല്ലേ. ഞാനിപ്പോ പറഞ്ഞിരുന്നതാണ് സിറിലേട്ടന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ എല്ലാവരും OB ഒക്കെ കിടിലനായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. പക്ഷെ ആ OBന്റെ ഉള്ളിൽ നിന്ന് എത്തിയിട്ട് എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഉള്ള പരതലില്ലേ, ആ പരതല് മാറാൻ ചിലപ്പോ ഒരു കൊല്ലം വരെ എടുക്കും. അതിന് ടൈം എടുക്കും കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, റെഡിയാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതല്ലാണ്ടപ്പോ ഒരു ഇതുമില്ല. ഇപ്പൊ ഇവിടെ ലിക്വിഡിറ്റി ഇപ്പൊ ഈ ഒരു ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല ബൈ കിട്ടും 25-ല്. കാരണം ലാസ്റ്റ് ഒരു ചെറിയൊരു ഏരിയ വരുന്നത് അതാണ്. അതല്ലെങ്കിൽ പിന്നെ താഴെ ഇറങ്ങി കഴിഞ്ഞാലാണ് ബൈ കിട്ടുക. പിന്നെ സൈക്കോളജിന്റെ കാര്യമൊക്കെ ഞാൻ ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇനി പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ പറയാം. അത് ലാസ്റ്റ് നോക്കാം നമുക്ക്. സെല്ലിന്റെ മൊമെന്റം കുറച്ച് സ്ട്രോങ് ആണ് കേട്ടോ. ക്യാൻഡിൽ കണ്ടില്ലേ, നല്ല സ്ട്രോങ് ആണ്. അപ്പോ പിന്നെ മാത്രമല്ല ന്യൂസ് പോസിറ്റീവ് ആയിരുന്നു USDക്ക് പോസിറ്റീവ് ആയിരുന്നു. അതുകൊണ്ടാണ് ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള മൊമെന്റം താഴേക്ക് വരുന്നത്. 75-ലുള്ള ഏരിയയിൽ എവിടെന്നെങ്കിലും കിട്ടുമോ നോക്കാം ട്രേഡ് ആയിട്ട്. ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ലിക്വിഡിറ്റി ഒന്നും ഇല്ല. അപ്പൊ ഇനിയിപ്പോ എവിടെന്നെങ്കിലും ഒന്ന് നിന്നിട്ട് റേഞ്ച് ഉണ്ടാക്കി ലിക്വിഡിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ടാവും പോകുന്നുണ്ടാവുക. നോക്കട്ടെ. ഇപ്പൊ 5 മിനിറ്റ് നോക്കുമ്പോൾ ഇവിടെയൊക്കെയാണ് ഒരു ചെറിയൊരു ഇത് കാണിക്കുന്നത്. എവിടുന്ന് റിയാക്ട് ചെയ്യുന്നു നോക്കാം, അതിനനുസരിച്ചിട്ടുള്ള OB എടുക്കാം കേട്ടോ. ഇപ്പൊ തന്നെ OB കുറെ മാർക്ക് ചെയ്ത് വെച്ചിട്ടും കാര്യമില്ലല്ലോ. എവിടുന്നെങ്കിലും ഒരു പുഷ് കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ വല്ല OB ഉണ്ടോ എന്ന് നോക്കാം. മാർക്കറ്റ് ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ആവട്ടോ. മൺഡേ ഒക്കെ ആകുമ്പോഴേക്ക് ചിലപ്പോ ഒക്കെ കൂടെ ബ്രേക്ക് ചെയ്യുന്നുണ്ടാവും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല അടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ ഹൈ എടുത്തിട്ടാണ് പോന്നിട്ടുള്ളത് അല്ലേ. 500 തട്ടിയിട്ടില്ല, 500 തട്ടുന്നുണ്ടാവും. നിങ്ങൾ പറയും എന്താ അവസ്ഥ, ട്രേഡ് ആരൊക്കെ എടുത്തിരുന്നത്, ആരൊക്കെ ഇപ്പൊ ലൈവായിട്ട് ചെയ്യുന്ന ആൾക്കാര്? ഏതേട്ടാ എന്താ അവസ്ഥ, ഡ്യൂട്ടിയിലാണോ? ചെയ്തിരുന്നോ ട്രേഡ്?
ഷുവേബ് സാർ ആരാണ്? ഇല്ലില്ല, ഡ്യൂട്ടി ഞാൻ കൊച്ചിനെ പഠിക്കാൻ വന്നായിരുന്നു. ആണല്ലേ? ഓക്കെ 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 ഓക്കെ. എന്നാൽ നടക്കട്ടെ. പിന്നെ റുഫൈദ് ബ്രോ കേൾക്കണില്ലേ? ആ കേക്കുന്നുണ്ട്. ഇല്ല ഓക്കെ, എന്താ അവസ്ഥ? ചെയ്തിരുന്നോ? ഇല്ല ആ ലോസ് ആയി പോയി. ഒരു സെല്ലിട്ടിരുന്നു. പേയ്മെന്റ് അടിച്ചിട്ടും കാര്യമില്ലല്ലോ. സെല്ലിടരുത്. സെല്ല് സെല്ല് വെച്ചാൽ ഇപ്പൊ ഈ ക്യാൻസൽ ന്യൂസ് വാർ നടക്കണ്ടെന്ന് അറിയണല്ലേ? അപ്പൊ ഗ്രൂപ്പിൽ മറ്റേ സാദ് ബ്രോ ഇതുണ്ടാ സമുദ്ര ബ്രോ ഒക്കെ എല്ലാരും ഗ്രൂപ്പിൽ ഇങ്ങനെ ഷെയർ ചെയ്യുന്നതാണല്ലോ. കുറച്ചും കൂടെ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി എഗ്രിമെന്റ് കിട്ടും. സഭ പറഞ്ഞിട്ടുള്ളതാണ് ന്യൂസ് ഒക്കെ നോക്കണം എന്നുള്ളത്. അപ്പൊ നോർമലി ഇപ്പൊ വാറൊക്കെ നടക്കുന്നത് നമുക്ക് അറിയുന്ന. അപ്പൊ അതിന്റെ ഇടയിൽ പോയിട്ട് സെല്ല് ചെയ്യരുത് കേട്ടോ. സെല്ല് ചെയ്യുമ്പോ അത്രയും നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിട്ട്. ആ ഓക്കെ. ബൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോവിയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും മാർക്കറ്റ് ഒരു റിയാക്ഷൻ വരും കേട്ടോ. അപ്പൊ സെല്ലൊക്കെ ചെയ്യുന്ന ആളുകളെ നോക്കിയിട്ട് ചെയ്യാം, നോർമൽ സ്കാൽപ്പിംഗ് ആണെങ്കിൽ പോലും. പിന്നെ ഷിനുരാജൻ സാർ കേൾക്കുന്നുണ്ടോ? സ്വന്തമായിട്ട് ഇതിപ്പോ ട്രേഡ് ന്യൂസിന്റെ ആണ്. എടുക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഞാൻ വിഷ്ണു ബ്രോ ഇപ്പൊ ന്യൂസിന്റെ ആണ് ഇത് വന്ന് സെല്ല് വന്ന്. അതെ 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 എഫക്ട് വന്നിട്ടുള്ള ന്യൂസിന്റെ ആണ്. ഷിനു സാർ രണ്ടും ചെയ്യുന്നില്ലേ? പേഴ്സണലി അല്ല, ചെയ്യുന്നില്ലേ? പേഴ്സണല് ഞാൻ ട്രേഡായിട്ട് ചെയ്യുന്നില്ല, മാർക്കിംഗ് മാത്രമേ ഉള്ളൂ. ആ ഓക്കെ, അത് ഡെമോലൊന്നും എടുക്കണം കേട്ടോ. ആ അതെ ഓക്കെ. അല്ല അത് നിങ്ങളുടേതായിട്ട് ഇപ്പൊ നമ്മൾ രണ്ടു ഏരിയയും ഒന്നാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അല്ലാണ്ട് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നോക്കണം. ഓക്കെ, ഞാൻ ഡിപ്പെൻസ് ഓൺ. അക്കൗണ്ട് സ്പ്ലിറ്റ് ആക്കിയിട്ടില്ല, അതാണ് ഒറ്റ ആ അക്കൗണ്ടാ ഉള്ളത്, അതുകൊണ്ട് ഞാൻ അതിലെടുക്കാത്തത്. ഓക്കെ ഓക്കെ. അപ്പൊ അത് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് അക്കൗണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാനും കുറച്ച് ഫാസ്റ്റ് ആയിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അതെ അപ്പോ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാന് കേട്ടോ. പിന്നെ ഓക്കെ. അങ്ങനെ അപ്പോ നിങ്ങൾ നോക്കണം എന്ന് പറയാനുള്ള മെയിൻ റീസൺ ഇതാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കായിട്ടൊന്നും പഠിക്കാൻ പറ്റില്ലേ? അതെ. ഉം. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. സോ നമുക്ക് ഇതിന്റെ താഴെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പയ്യൊക്കെ നോക്കാം. $75 ആയിട്ടില്ലല്ലോ അല്ലെ? ഈ ഒരു ഡോജി ക്യാനിലാവും നോക്കണം കേട്ടോ. കാരണം കുറേ ബൈ ക്യാൻഡിൽ പോകുന്നതിന്റെ ഇടയിലുള്ള ഒരു ഡോജി ക്യാനിലാണത്. അത് വരുന്നത് 20-19 ആ ഒരു റേഞ്ചിലാണ്. അങ്ങോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് നോക്കാം. അതുവരെ വെയിറ്റ് ആക്കാം. 24.8 വരാന്നല്ലേ? അതെ. വൺ അവറിലൊരു FPG ഉണ്ടല്ലോ അവിടെ, കറക്റ്റ് OBയിൽ തട്ടുന്നിടത്താണ് FPG ഉള്ളത്. അപ്പോ എന്തായാലും ഇതിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ടാവും കേട്ടോ. നോക്കാം നമുക്ക് അതിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞെടുക്കാം. വരുന്നുണ്ട് 50 ഫോർ റിയാക്ഷൻ. ഇതാണ് മുകളിൽ നിന്ന് സെല്ല് കിട്ടിക്കഴിഞ്ഞാൽ കട്ടാക്കേണ്ട ഏരിയ കേട്ടോ. ഈ ബ്രേക്കർമെന്ന് കട്ടാക്കണം എന്നാ പറഞ്ഞത്. ഇപ്പൊ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത സ്പോട്ടിൽ എന്തെങ്കിലും ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാന്ന് മാത്രം.
ബാർ ആവുന്നുണ്ടോ? 8 മിനിറ്റ് അല്ലേ? ഫസ്റ്റ് TP നമ്മൾ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിലേ ഇവിടൊക്കെയാണ് 33. വൈകി. ഇപ്പൊ ഇവിടുന്ന് അവിടെ 33, പക്ഷെ അതൊക്കെ നിയർ ആയതുകൊണ്ട് പിന്നെ ഇവിടെ എടുത്തിട്ട് കാര്യമില്ല. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എക്സിറ്റ് അടിക്കേണ്ടി വരും. ഉം. അപ്പൊ ഈ ഒരു ക്യാനിൽ ഞാൻ പറഞ്ഞു, ഈ ഒരു ഇത് കിടന്നിരുന്ന ഇവിടെയാണ്. 3 മിനിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇപ്പൊ എടുത്താലും $4 സ്കാൽപ്പിങ്ങിന്റെ ഇതൊക്കെ കിട്ടും. നമുക്ക് നോക്കാം, അവിടെ നിന്ന് റിയാക്ട് ചെയ്തിട്ട് താഴെ വന്നിട്ട് എന്താ ഉണ്ടാവും നോക്കാം, എന്നിട്ട് പിന്നെ ബൈ പോവാം. എനിക്ക് ക്യാപിറ്റലിൽ ഒരു ബൈ ഇട്ട് കിടന്ന് ഉറങ്ങിക്കോളിട്ടോ. എന്തായാലും 500 പൊട്ടും. 500 തട്ടൂലേ? 500 ബ്രേക്ക് ആവുന്നു. പൊളിക്കുന്ന. എന്താ അത് ഹോൾഡ് ചെയ്ത് വിട്ടോളി. താഴെ പോയാലും കുഴപ്പമില്ലല്ലോ, ഇപ്പൊ സേഫ് അല്ലേ? ഓട്ടങ്ങട് ചെറിയ ലോട്ടല്ലേ? അതെ അതെ. ഉം ഉം. ഇത് 4 മിനിറ്റും കൂടെ ഉണ്ട് ഈ ഒരു ക്യാനിൽ ക്ലോസ് ആവാൻ. അപ്പൊ അതില് കുറച്ച് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ നോക്കാം. ഇവിടെ എന്താ ഈ ക്യാനിലൊന്ന് ക്ലോസ് ആവട്ടെ കേസ്, എന്നിട്ട് എടുക്കാൻ പറ്റുള്ളൂ.
എന്തായാലും താഴെ വരുന്നവരെ ക്ലോസ് ആവുന്നവരെ കാര്യങ്ങൾ പറഞ്ഞോളുന്ന. സൈക്കോളജിയുടെ ക്ലാസ് എടുക്കാനാ പറഞ്ഞിട്ടുള്ളത്. എന്താ പറയണ്ട്? ഇല്ലാട്ട തുടങ്ങിക്കോളുന്ന. നിങ്ങൾക്ക് ഫുൾ എക്സ്പീരിയൻസ് ഉണ്ട്, പോയതും വന്നതും പുറത്തുനിന്ന് പോയതും എല്ലാം കൂടെ ആയിട്ട്. അയ്യോ തുടങ്ങിക്കോളൂ. ഉം. എന്താ പറയണ്ടത് പുതിയ പുതിയ ആളുകളോട്? എന്താണ് പറയാനുള്ളത്? പുതിയ ആളുകളോട് പറയാനുള്ളത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ലോഡ് സൈസും കാര്യങ്ങളൊക്കെ ഇടുന്നത് അതെ, ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടായിരുന്നു മിനിഞ്ഞാന്ന്, കണ്ടായിരുന്നോ? കണ്ട് അതാണ് കമ്മ്യൂണിറ്റിയിൽ ഇടാ. അതാണ് മെയിൻ ആയിട്ട് വരുന്ന ഒരു ഫേസ് ചെയ്യുന്ന പ്രശ്നം കേട്ടോ. എന്തായിരുന്നു കണ്ടില്ല. ഏതാ? എന്തായിരുന്നു ഞാൻ കണ്ടില്ല. കമ്മ്യൂണിറ്റിയിൽ ഇട്ടുണ്ട്. അതാവും നല്ലത്. മറ്റേ അത് നിങ്ങളെ ആദ്യത്തെ സ്ക്രീൻഷോട്ട് അല്ലേ? അതിലത്തെ സംഭവം ആ ലോസ് വന്നിട്ട് കൊണ്ടെടുക്കണല്ലേ? അതിലത്തെ ലോട്ട് കൂട്ടി അടിക്കുന്നതാണ്. ആ സംഭവം. അപ്പൊ അത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിപ്പോ പ്രോഫിറ്റ് എടുത്ത് പോകാൻ വേണ്ടിട്ട് ലോട്ട് വലിയ ലോട്ട് ഇടണമെന്നില്ല. നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ തന്നെ ട്രേഡുകളുടെ ഇത് കൂട്ടിയാൽ മതി. പിന്നെ ഹോൾഡിങ് കുറച്ച് കൂട്ടുക. ഹോൾഡ് ചെയ്യുന്നതൊന്നും ഫസ്റ്റ് ഒന്നും നമുക്ക് അധികം ഹോൾഡ് ചെയ്ത് പോകാനൊന്നും പറ്റില്ല. പെട്ടെന്ന് കട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. അത് പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് കൂട്ടി കൂട്ടി കൊണ്ടുവരാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതല്ലാണ്ട് വേറൊന്നും പറ്റില്ല. പിന്നെ മെയിൻ ആയിട്ട് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ക്യാപിറ്റൽ കൂടുമ്പോൾ നമ്മളൊന്നും കൂടെ ഇമോഷണലി എന്താവും, സെറ്റ് ആവും. ക്യാപിറ്റൽ ഇല്ലാണ്ട് 100, 200, 300 ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് ക്യാപിറ്റൽ കൂട്ടിയിട്ട് 1% എന്നുള്ള ലെവലിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോ 1000 ഇടുന്ന സമയത്ത് 1% കുറവാണ്. അത് 10K ആകുമ്പോൾ കുറച്ചും കൂടെ ഉണ്ട്. 1 lakh ആവുന്ന സമയത്ത് കുറച്ചും കൂടെ ഉണ്ട്. അങ്ങനെ പോകും. ഇപ്പോ ക്യാപിറ്റൽ മുഖ്യം എല്ലാത്തിനും. മാർക്കറ്റ് തിരിച്ചു നല്ല പ്രഷർ ഉണ്ട്. ബൈയിലേക്കുള്ള പ്രഷർ സ്ട്രോങ് ആണ്. അല്ല, അത് അവിടെ ആ ഒബിന്ന് നല്ല റിയാക്ട് ചെയ്ത് പോയി. 28 എടുക്കായിരുന്നു പോയി. ഈ OB-ന്ന് റിയാക്ട് ചെയ്ത് പോയപ്പോ അത് നമുക്കൊരു 3429 എന്നൊക്കെ ബൈ എടുക്കായിരുന്നില്ലേ? 9 ഇരുന്ന് എടുക്കുക. മറ്റേ ഈ പിൻബാറൊക്കെ ക്ലോസ് ആവൂലേ? ഈ ക്ലോസ് ആവുന്ന പിൻബാറിന്ന് എടുക്കാം. എന്നിട്ട് TP ഇംബാലൻസ് ഇവിടെ ഫില്ല് ചെയ്യുന്നിടത്ത് വെക്കാം. $4 സ്കാൽപ്പിംഗ് ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും ഇവിടുന്ന് ഇതില്. അമലേട്ടനാണ് മെയിൻ. അമലേട്ടൻ അപ്പൊ തന്നെ റീപ്ലൈ പറഞ്ഞത്. പിന്നെ ഇത് എന്നെ ഉദ്ദേശിച്ച, എന്നെ മാത്രം ഉദ്ദേശിച്ച, ഞാൻ ഒരാളെ ഉദ്ദേശിച്ചിട്ടല്ല, എല്ലാരും. ഇല്ലല്ല അല്ല, എല്ലാരും അതിനെയാണ്. അമലേട്ടൻ മാത്രല്ല, അങ്ങനെ കുറെ അമലുകളുണ്ട്. സൗണ്ട് കേട്ടിട്ടെ. അതെ അമലേട്ടൻ തന്നെ. അമലേട്ടൻ താരല്ലേ? അപ്പോ എങ്ങനെ ഏജ് എത്രയാ? എന്നെ ചിങ്ങതയ്ക്ക് 18 തികയാൻ നിൽക്കുകയാണ്. ചെറുപ്രായമുള്ളൂ. പ്രായത്തിലൊക്കെ ഇത് കിടക്കണ അല്ലേ? ചോദിക്കണേ എന്ത്? അതെ ആണല്ലേ? അന്നത്തെ പൈ അങ്ങനെ വെച്ചോളൂ എന്തായാലും. ഞാൻ ബ്രേക്ക് വെച്ചു. നല്ല മികച്ച തീരുമാനമാണ്. ബൈ സ്ട്രോങ് ആണ്. 50 മിനിറ്റ് നോക്കട്ടെ. 50 മിനിറ്റ് എന്തായി?
ഈ ക്യാൻഡിൽ നമ്മളൊരു പിൻബാറായിട്ട് പറയാമോ സാറേ? ഏത് ഇതോ ഇപ്പൊ ഇപ്പത്തെ ഈ കാണുന്നതോ? 50 മിനിറ്റ് നിൽക്കുന്നത്. അല്ല, അത് ബൈ ക്യാൻഡിൽ അല്ലേ, അത് പിൻബാർ ആ അല്ല, അത് നല്ല ആ സ്ട്രോങ് ആയിട്ടുള്ള ബൈ അല്ലേ. ബൈ ആ ആ ഇപ്പൊ അതിന്റെ ഒരു 50 വന്നു കഴിഞ്ഞാൽ എടുക്കാം അല്ലേ? ഇതിന്റെ 50 വന്ന് എടുക്കുമ്പോ എസ് കുറച്ച് വലുതാവില്ല. ഇവിടെ വരും 23 വരും. ഇവിടുന്ന് എടുത്താൽ മതി, നോക്കിയിട്ട് ഞാൻ. 3 minutes. താഴെ വരും. താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 28. 28. താഴെ വരുമോ? കട്ട് ചെയ്യട്ടെ. അല്ല, മറ്റേ ഹോൾഡ് ചെയ്യണ്ട, എടുത്ത ബൈ അവിടുന്ന് ഹോൾഡ് ചെയ്തോളൂ. പിന്നെ വന്നു കഴിഞ്ഞാൽ കോസ്റ്റിൽ അടിക്കുക ചെയ്യാം. അപ്പൊ എപ്പോഴും പിന്നെ നിങ്ങളൊക്കെ ചെറിയ ക്വാണ്ടിറ്റി എടുക്കുന്ന ആൾക്കാരായതുകൊണ്ടേ വല്ലാണ്ട് ഹോൾഡ് ചെയ്ത് വിടുന്നതിലൊന്നും കാര്യമില്ല. അതാണ് പേപ്പർ അറിയില്ല. ഗേസേ, ഒരു മിനിറ്റ് ഇങ്ങോട്ട് അങ്ങോട്ട് പോകണം. അപ്പൊ ബ്രോക്ക് എന്തോ സ്വകാര്യം പറയേണ്ടത്? അത് എഴുതത്തില്ല. ജിതിൻ, ഹലോ ജിതിനെ, കേൾക്കണില്ലേ? ഹലോ ജിതിനെ, എവിടെ? എല്ലാരും ഒന്ന് മ്യൂട്ട് ഒഴിവാക്കിക്കേ, പറ്റുന്നവരൊക്കെ. കുറച്ച് കാര്യങ്ങൾ വെക്കാണ്ട്. ആഷ്കർക്ക എത്ര ഡെപ്പോസിറ്റ് ചെയ്ത്? ഡെപ്പോസിറ്റാ 3800. ഇപ്പൊ പ്രോഫിറ്റ് എത്ര? പ്രോഫിറ്റ് 7. ഓക്കെ. ഡെയിലി ഒരു എത്ര ട്രേഡ് എടുക്കലുണ്ട്? ഡെയിലി ഒരു 8 എണ്ണം. ബൈ മാത്രാണോ? ബൈ സെല്ല് ചെയ്യാറില്ലേ? രണ്ടും ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ഈ ലോസ് വരാറില്ലേ? മീൻസ് കട്ട് ചെയ്ത് ഒഴിവാക്കാറില്ലേ? സെല്ല് ചെയ്യാറില്ലേ? ലോസ് ഒരു 100 ഒക്കെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു 20% ഒക്കെ ലോസ് വരാറുണ്ട് ചില ടൈമിൽ. ചിലതിൽ വരും അല്ലേ? ഓക്കെ. 100 ഒക്കെ പ്രോഫിറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 20% ഒക്കെ ലോസ് വരാറുണ്ട്. ലോട്ട് 0.05 അല്ലേ? 0.1 ഇടലുണ്ട്, 0.5 5ഉം 1ഉം. 0.1. ഓക്കെ. 3 അപ്പോ സൈക്കോളജിക്കലി എന്താണ് മെയിൻ ആയിട്ട് വന്നിരുന്ന ഇഷ്യൂ? എന്താ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ലോസ് വന്നിരുന്നല്ലേ? സ്റ്റാർട്ടിങ്ങിൽ ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് വെക്കാണ്ട് നല്ല ലോസ് വന്നിരുന്നു അല്ലേ? ഒരു 300, 350, 200 രണ്ടു വട്ടം വന്നപ്പോ ശരിക്കും പഠിച്ചു. ശരി. പിന്നെ സ്റ്റോപ്പ് ലോസ് വെക്കൽ തുടങ്ങി. അതെ, കുറച്ച് വലുതാണെങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കും അല്ലേ? വെക്കും. ഓക്കെ.
അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഇവിടുത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലും കുഴപ്പമില്ലാത്തൊരു ക്യാപിറ്റല്, പിന്നെ സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ളതാണ്. പിന്നെ ലോട്ട് മാക്സിമം കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 3000 ഒരു അക്കൗണ്ടിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം 0.5ഉം 0.2ഉം 0.3 ഒക്കെ ഇടാൻ പറ്റും അല്ലേ. പക്ഷെ അവിടെ എന്താ, ഓരോ ലോട്ട് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് റിസ്ക് ആണ് വരിക. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ട് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. ഡോക്ടർക്ക് ഡ്യൂട്ടി പോലെ ഓക്കെ, ലോട്ട് മാക്സിമം കുറയ്ക്കുക. അപ്പൊ അമലേട്ടനൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വെറും 1000 ഇട്ടിട്ട് 0.1ഉം 0.2ഉം ഇട്ടിട്ട് മിന്നലാണ്. അപ്പൊ ഇതാണ് എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്സ് കേട്ടോ. അപ്പൊ അത് മാറ്റിയാൽ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ട്രാക്ക് കയറാൻ പറ്റുക. അല്ലാണ്ട് നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ആയി 1 വർഷമായി അല്ലെങ്കിൽ 2 വർഷമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴും നിങ്ങൾ ഗിയർ മാറ്റാൻ പറ്റൂല, ഗിയർ അവിടെ തന്നെ നിൽക്കുള്ളൂ. അല്ല ഇപ്പൊ അവിടെ ക്ലാസ് മനസ്സിലായി. ഫസ്റ്റ് അതെ അതെ 1000 ഇട്ടിരുന്നപ്പോ 0.0102 ഒക്കെ ഇട്ടിരുന്നു. ആ പിന്നെ ഇങ്ങനെ പിന്നെ ക്യാപിറ്റൽ കൂടുന്നതിനനുസരിച്ചിട്ട് മെല്ലെ മെല്ലെ കയറ്റി കൂടുന്നു. അതെ അങ്ങനെ പറ്റൂ. അതാണ് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത് എല്ലാവരും അടുത്തതാ. 0.01 നിന്നും തുടങ്ങിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഈ 0.1ലേക്ക് എത്തുന്നത്. അപ്പോഴേക്കും നിങ്ങൾക്ക് മാർക്കറ്റിന്റെ ഒരു ക്യാരക്ടർ മൊത്തത്തിൽ മനസ്സിലാവും. മനസ്സിലായോ, എവിടെ നിന്നൊക്കെ മാർക്കറ്റ് എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യും എന്നുള്ളൊരിത്. അപ്പൊ ആ ഒരു ടൈം പീരീഡ് നിങ്ങൾ എന്തായാലും കൊടുത്തേ മതിയാവും. ഇപ്പോ വിനോദേട്ടനൊക്കെ അല്ലെ, വിനോദേട്ടനൊക്കെ ഇപ്പോ മാർക്കിങ്സും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. പക്ഷെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള മെയിൻ സൈക്കോളജിയാണ് ആയിട്ടുള്ള ഇപ്പം ഇഷ്യൂസ് ആയിരുന്നു നിങ്ങൾക്ക് പ്രശ്നമായിട്ടിരിക്കുന്നത്. കിട്ടാത്തത്. അതാണ് അവിടെ അതിന് മാറ്റാൻ എന്ത് ചെയ്യണം ലോട്ട് എന്നുള്ളതാണ് സൈസ് നോക്കേണ്ടത്. ലോട്ട് സൈസ് കൂട്ടാറില്ല, പക്ഷെ ആ റോങ് എൻട്രി അല്ലെങ്കിൽ ചാടിക്കയറ്റം ആ അതിൽ ആ പെട്ടെന്ന് അതെ അതെ. മൺഡേ ടു ഫ്രൈഡേ ഓടുന്ന വണ്ടിയിൽ മറ്റൊരു ചാടി മിസ്റ്റേക്ക് അത് ഒറ്റ വകുപ്പേ ഉള്ളൂ. MT5 അക്കൗണ്ട് ഇല്ലേ, അത് അങ്ങോട്ട് ഒരാഴ്ച ലോക്കാക്കി വെക്കുക, ഉപയോഗിക്കാണ്ടിരിക്കുക. അല്ല, ഞാൻ വിനോദേട്ടൻ ഒരു ആപ്ലിക്കേഷൻ ആ ലോക്കർ വന്നിട്ടുണ്ട്. ഞാനാ പറഞ്ഞിരുന്നു അത്. ട്രേഡ് എണ്ണം നമ്മളൊരു കുറഞ്ഞില്ല, 2 ഒക്കെ ഉള്ളൂ. അതെ, ട്രേഡ് എണ്ണം കുറയ്ക്കും. ഇപ്പൊ കുറേ ഒരു ദിവസം 10 to 15 ട്രേഡ് എടുക്കും. ലോട്ട് കുറവാണ്, പക്ഷെ 10-15 ട്രേഡ് എടുക്കും ഒരു ദിവസം. അതെ. ഇത് അപ്പൊ 2, നമുക്കൊരു 3 ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആക്കുക അല്ലെങ്കിൽ ലോക്ക് ചെയ്തിട്ടല്ല തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ. കാരണം അത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്താലോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ കയറി നോക്കുന്നതായിരിക്കും, മാർക്കറ്റിന്റെ പ്രൈസ് എങ്ങനെ നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതെ. അപ്പോഴായിരിക്കും നല്ലൊരു പിൻബാർ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും മാർക്കറ്റ് എടുത്ത് പോവല്ലേ, വെറുതെ ആ അപ്പൊ ട്രേഡ് ഇൻബാർ കളയണ്ടല്ലോ. മാത്രമേ നോക്കുള്ളൂ. അതെ, അവിടെ അത് മാത്രമേ നോക്കുള്ളൂ. അവിടെ നമുക്കൊരു $4 കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നേരെ ബൈ അടിക്കും. ഇടും. ആ മാർക്കറ്റ് കുത്തനെ താഴെ പോകും. അവരെ അപ്പൊ അതിന് ലോക്ക് വേണമെങ്കിൽ ചെയ്ത് വെക്കാം. 1 hour 2 hour ഒക്കെ മാറ്റി വെക്കാൻ പറ്റും. അതിന്റെ ടൈം പീരീഡ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ആപ്ലിക്കേഷനാ. ഇതില് വേറെ ആർക്കെങ്കിലും ഈ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല, ഈ പ്രോഫിറ്റ് കാണുമ്പോൾ ചാടി കട്ടാക്കുന്ന, ലോസ് കുറേ വെയിറ്റ് ചെയ്യുന്നു. എത്ര പേരുണ്ട് അതില് വിശ്വസിക്കുന്ന ആൾക്കാർ? ലോസ് മാക്സിമം ഹോൾഡ് ചെയ്യും, പ്രോഫിറ്റ് ചെറിയ പ്രോഫിറ്റിൽ കട്ട് ചെയ്യും. അതങ്ങനെ എത്ര പേരുണ്ട്? വിനോദേട്ടനുണ്ട്, പിന്നെ ആരുള്ളത്? ഞാനുണ്ടായിരുന്നു. സുനിലേട്ടൻ സ്റ്റാർട്ടിങ് ഒരു 2-3 വട്ടമൊക്കെ അങ്ങനെ ആയിരുന്നു, പിന്നാണ്ട് മാറ്റി. എന്റെ പണ്ടത്തെ കഥ വെച്ചാല് തന്നെയാണല്ലേ. വിനോദേട്ടൻ, ജെയ്സൺ സാറ്, പിന്നെ ആരുള്ള ഈ ഇതിലുള്ള ഞാൻ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഞാനും ഉണ്ടായിരുന്നു. ഞാൻ 1000 ലോസൊക്കെ വന്നിട്ട് 500 ലോസൊക്കെ വന്നിട്ട് $1 പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. ഞാനും ഉണ്ടായിരുന്നു. എന്റെ പ്രശ്നം അതായിരുന്നു. അല്ല പിന്നെ വേറെ കാര്യം, ഇപ്പൊ സുനിൽ വഴിയാ പറഞ്ഞിങ്ങനെ കുറെയൊക്കെ വരുമ്പോ നമുക്ക് ആ പ്രോഫിറ്റ് പൊസിഷൻ മാത്രം ക്ലോസ് ചെയ്യാം എന്നുള്ളൊരു ഇത്. നമ്മൾ ഇതിലെ ഏറ്റവും വലിയ നമ്മളെ ഇതൊന്നല്ല പിന്നെ ഇതില് നമ്മളെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്നാ, നമ്മളെ ട്രേഡിങ്ങിൽ ഏറ്റവും വലിയ സൈക്കോളജി എന്ന് പറഞ്ഞാല് നമ്മളെ മനുഷ്യന്റെ ഗ്രീഡിനെസ് ആണ്. ഈ ഗ്രീഡ്നെസ് മാറാത്ത കാലത്തോളം ആകെ ഒറ്റൊന്നേ ഉള്ളൂ, സൈക്കോളജിയുടെ പ്രശ്നം ഗ്രീഡ്നെസ് ആണ്. അതാണ് ഇപ്പൊ ചോദിച്ച ഇത്തിരി ആൾക്കാരെന്ന്. ബാക്കി ആരും മ്യൂട്ട് മാറ്റിയിട്ടാണെന്നില്ല. 40 ആൾക്കാരുണ്ട്. ബാക്കി എല്ലാരും പ്രോ ആണ് തോന്നല്ലേ ഇതിൻ്റെ ബാക്കി എല്ലാരും പ്രോ ആണ് തോന്നുന്നിട്ട്. ഇന്ദു ചേട്ടൻ ഹെവി പ്രോ, ചേട്ടൻ, ശ്രീനാഥ്, സോണിയ, സിയാദ്, സിമി, ഷുഹൈബ്, പുലുക്കൽ, ഷിയാസ്, ബാക്കി എല്ലാരും പ്രോ ടീമാ, അവിടെ ചോദിക്കുന്നില്ല. അപ്പൊ നമ്മളെ ഈ ഒരു സൈക്കോളജി മാറ്റാന്ന് പറഞ്ഞാല് ഇതൊരു ടൈം എടുത്ത് മാറുന്ന സംഭവമാണ്. ഒരിക്കലും പെട്ടെന്ന് ഒരു എന്താ പറയുക 1 ആഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഇത് മാറുന്ന പോലെ ചില ആൾക്കുണ്ട്, എനിക്ക് ഇത്ര ട്രേഡ് ചെയ്തേ പറ്റും നിയമമുള്ള ആൾക്കാർ. അതായത് ഇത്
ഓപ്പൺ ആക്കിയ ട്രേഡ് ചെയ്യണം നിർബന്ധം. കാരണം വെച്ചാൽ നമ്മളൊരു ഡെയിലി നമ്മൾ എടുത്തില്ലെങ്കിൽ ചാർട്ട് ഒരു ഓപ്പൺ ആക്കിയ സമാധാനം. അതാണ്. അപ്പൊ നമ്മൾ ചാർട്ട് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് രണ്ട് സൈഡ് വേസും കിട്ടും. കാരണം എങ്ങനെ നോക്കിയാലും നമുക്ക് ഏത് ടൈമിൽ ട്രേഡ് ഓപ്പൺ ആക്കിയാലും നമുക്ക് ചാർട്ട് ഓപ്പൺ ആക്കിയാൽ ട്രേഡ് ഉണ്ടാവും. ഒന്നിക്കൽ ബൈ ഉണ്ടാവും, സെല് ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളവിടെ ചാടിക്കയറി എടുക്കും. ഇത് ബൈ ആണ് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. ഇപ്പൊ പറയും ഇപ്പൊ ഒരു പിൻബാറ ഒരു 15 മിനിറ്റിൽ. അപ്പൊ നമ്മൾ കരുതുക അതിന് മുമ്പത്തെ 15 മിനിറ്റ്സും പ്രഷർ ഇതിലാണ്, ബൈയിലാണ് കൂടുതൽ. ഇത് ഓക്കെയാണ്, സെറ്റ് ആണ്, എന്നാ പിന്നെ ഒരു ബൈ കൊടുക്കാൻ നിൽക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള മാർക്കറ്റ് കണ്ടീഷൻസോ എന്താണ് അന്നേരത്തെ ഒരു ന്യൂസിന്റെ എഫക്റ്റോ അല്ല മാർക്കറ്റ് എന്താണ്, എന്തുകൊണ്ടാണ് അവിടെ ചെറിയൊരു പ്രഷർ വന്നത്, ഇതൊന്നും ആലോചിക്കാൻ നമുക്ക് ടൈം ഉണ്ടാവില്ല. ഒറ്റയടിക്കാൻ എന്ത് ചെയ്യും, നമ്മൾ കാണുന്ന വഴിക്ക് കയറി വഴിക്ക് എന്ത് ചെയ്യും, പോകുന്ന വഴിക്കൽ എന്ത് ചെയ്യും, ഒരു ബയ്യാൻ എടുത്തിടും. അപ്പൊ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിങ്ങൾ നോക്കിക്കോ, ഒരു 3 മിനിറ്റ്സ് അല്ല 5 മിനിറ്റ്സ് എടുക്കാൻ നമ്മൾ സ്കാൽപ്പ് ഉദ്ദേശിക്കാം. ആ ഒരു ബൈ എടുത്തതിന്റെ ബാക്കിൽ ചെറുതായിട്ട് ലോസ് വരും, ഒന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ വീണ്ടും ഹോൾഡ് ചെയ്യും. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് കയറും. മാർക്കറ്റിൽ അങ്ങനെ ഒരു നിയമമില്ല ഇത് കയറണം അല്ലെങ്കിൽ ഇത്ര ടൈമിൽ ഇത് ഇറങ്ങണം, ഇന്ന ടൈമിൽ നിന്ന് കയറണം എന്നുള്ളത്. മുമ്പത്തെ മാർക്കറ്റിൽ എല്ലാത്തിനും നിയമമുണ്ട്. കാരണം നമ്മൾ ടെക്നിക്കൽ വെച്ചിട്ട് മാത്രമേ മൂവ് ചെയ്യൂ മാർക്കറ്റ്. കാരണം വെച്ചാൽ നമ്മൾ ലോകത്തുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന ഒരേ ടെക്നിക്കൽസ് ആണ്. അപ്പൊ എന്ത് ചെയ്യാ, എല്ലാവരും ഉപയോഗിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ എത്തിക്കുന്ന നമ്മളൊരു ഓബി എത്തിക്കുന്ന ഇത് വരും, അല്ലെങ്കിൽ ഒരു FPGന്റെ ഗ്യാപ്പ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളൊരു മാർക്കറ്റ് ഹൈ അതിന് ആ ഒരു സപ്പോർട്ടിന് അത് കവർ ചെയ്യുന്നില്ല, വീണ്ടും തിരിച്ച് റിട്ടേൺ വരുന്നുള്ളത് അറിയാം. ഇപ്പോഴത്തെ ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ ഇന്നലെ പോലെ ഇന്നേക്ക് നോക്കാം എത്രമാത്രം മൂവ്മെന്റ് വന്നെന്നുള്ളത്. പറഞ്ഞാൽ ഈ ഒരു മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കും പോലെ ഒരിക്കലും പോകണമെന്നില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പിൻഭാഗം ഇത് കണ്ടു, നമ്മൾ ബൈ പ്രതീക്ഷിച്ചു, താഴോട്ടൊക്കെ ഇറങ്ങി വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ ഹോൾഡ് ചെയ്യും. നേരെ തിരിച്ച് ഒരു $2 കയറി നോക്കുക, ഓൺ ദ സ്പോട്ടിൽ എന്ത് ചെയ്യും, നമ്മളതിനെ കട്ട് ചെയ്യും. ഇതാണല്ലോ എല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആൾ എന്ത് ചെയ്യും, കുറച്ച് TP ഒക്കെ വലുതൊക്കെ വെക്കും, SL വെക്കും. എന്നിട്ട് SL അങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇത് വരുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, SL ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. TP നേരെ തിരിച്ചു, കുറച്ച് കയറി TPക്ക് വെയിറ്റ് ചെയ്യില്ല, അതാണ് കട്ടാക്കി ഒഴിവാക്കും. ഈ സാധനം മാറണല്ലേ, ഇതൊരു ടൈം എടുത്താൽ ഒരു ടൈം എടുത്ത് നമ്മൾ അതിന് അതിൻ്റെതായ ഒരു കൺസിസ്റ്റൻസിയും നമ്മൾ അതിൻ്റെതായ ഒരു റൂൾസും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ത് ചെയ്യണം, അത് ഉണ്ടാക്കാൻ. അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ സൈക്കോളജി കവർ ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ. നമ്മളൊരു ദിവസം ഇത്ര പ്രോഫിറ്റ് വേണമെന്ന് വരും. എന്റെ ക്യാപിറ്റൽ ഇപ്പൊ എന്താ പറയുക, ഒരാൾക്ക് ഒരു $10,000 അയാളെ ക്യാപിറ്റൽ നിൽക്കാം, അതിന്റെ 1% ഒരു $100 തോന്നി ഞാൻ ഇന്നത്തെ ട്രേഡ് നിർത്തും. ലോസ് അതാണ്, ഞാൻ അവിടെ ട്രേഡ് നിർത്തും. ശരിക്കും നമ്മൾ ഒരു ട്രേഡിങ്ങിന്റെ ഏറ്റവും വലിയ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അല്ല നമ്മുടെ ടാർഗറ്റ്, ലോസ് ആണ് ടാർഗറ്റ്. കാരണം വെച്ചാൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞ മേഖല അത്രയും ഹൈ, നിങ്ങൾക്കറിയില്ല, അത്രയും വോൾട്ടാലിറ്റി അത്രയും ഹെവി റിസ്ക് ഉള്ള ഒരു മേഖലയാണ് ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ അതിൽ കാണിക്കുന്ന സംഭവം വെച്ചാൽ നമ്മൾ ലോസ് ആണ് നമ്മളൊന്നും പ്രിഫറൻസ് കൊടുക്കേണ്ടത്, പ്രോഫിറ്റിനല്ല. അപ്പോൾ കാരണം നമ്മൾ റിസ്കിനാണ്, അതുകൊണ്ടാണ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് മാനേജ്മെന്റ് മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ. റിസ്ക് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിൽ പ്രോഫിറ്റും ലോസും ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് അതിന് റിസ്ക് മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരാണത്, അനുവട്ടാ കൊല്ലുവ ഞാന് മൂട് പോയി, ഫ്ലോ അങ്ങോട്ട് തീർന്നില്ല വിഷ്ണു, ഫ്ലോ അങ്ങോട്ട് പോയി, ആ ഫ്ലോ അങ്ങോട്ട് മൊത്തമായിട്ട് കളഞ്ഞു മനുഷ്യന്റെ. ഏത് നിങ്ങളെ സൈക്കോളജി ക്ലാസ് തന്നെ വേറെ ലെവലാണ് സബോ ബ്രോ. നമുക്ക് ഇടക്കിടക്ക് മോട്ടിവേഷൻ വേണം, ഇങ്ങനെ കറക്റ്റ് ടൈമിൽ മോട്ടിവേഷൻ വേണം. ഇത് പറ്റുന്ന ബിരിയാണി ഇട്ട് കൊല്ലാനുള്ള പരിപാടി ഇട്ടത്. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് വിളിച്ചപ്പത്തിന് അവിടെ എത്തിയത് കുറച്ചേരം ഇരുന്നപ്പോ ഭയങ്കര മോട്ടിവേഷനാ, നേരെ വന്ന് ട്രേഡ് പ്രോഫിറ്റ് അടിച്ചു. അപ്പൊ അതിന്റെ പേരിക്കേഷൻ അക്കൗണ്ട് അയച്ചിട്ടാ ഞാൻ, കാരണം കിട്ടിയല്ലേ പേരിക്കേഷൻ അക്കൗണ്ടില്ലേ ഒന്ന് കൊടുത്തേക്കട്ടാ. അപ്പൊ നമ്മൾ പറഞ്ഞത്, അപ്പൊ അഷ്കർബോക്ക് അറിയാം, നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾ ഉറപ്പായിട്ടും പ്രോഫിറ്റിലേക്ക് മാറും. നമ്മൾ പറയുന്ന കാര്യത്തിന്റെ ഓപ്പോസിറ്റ് അതല്ല നമ്മൾ സ്വയം നിഗമനങ്ങൾ അതിലേക്ക് എത്തുമ്പോൾ ഈ പ്രശ്നങ്ങൾ. എല്ലാവർക്കും സ്വയം നിഗമനം എത്തണം കേട്ടോ, സ്വന്തമായിട്ടുള്ള തീരുമാനം എല്ലാവരും വേണം. പക്ഷേ ഈ സ്വന്തം തീരുമാനം ഒരു എന്താ പറയാ ഒറ്റടിക്ക് എടുക്കാനുള്ളതല്ല. നിങ്ങളൊരു ഇതിലേക്ക് ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാനായി എന്ന് നിങ്ങളെ മെന്റേഴ്സിന് ഇവർക്കും തോന്നുന്നത് ഓട്ടോമാറ്റിക് നിങ്ങളേക്ക് വിടും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് വേറെ ആരെയും സഹായം ആവശ്യമില്ല. പക്ഷേ അതുവരെ എന്ത് വേണം, നിങ്ങൾക്ക് എല്ലാവരെയും സഹായത്തോടെ മാത്രമേ പോകാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് വലിയൊരു അബദ്ധത്തിലേക്ക് മാറും. ഇപ്പോ നമ്മൾ എന്താ പറയുക, ഇപ്പൊ അഷ്കർ ഖാന്റെ കാര്യം പറയാം. മൂപ്പര് ആദ്യം കുറെ ലോസ് ഉണ്ടാക്കിയാണ്, ആ ടൈമിൽ ഞാൻ മൂപ്പരോട് പറഞ്ഞാണ് ചില കാര്യങ്ങൾ പറഞ്ഞു, അത് മൂപ്പര് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി. ഇന്നെന്താണ് അഷ്കർ ഖാൻ അവസ്ഥ,
ഇപ്പൊ നല്ല പ്രോഫിറ്റ് ആയി. മാഷാവതല്ലേ ക്യാപിറ്റൽ മൂവ് ചെയ്ത് 7,000 പ്രോഫിറ്റ് അടിച്ച്. ആയി അടിപൊളി ക്യാപിറ്റൽ വിഡ്രോയും ചെയ്തു മൂപ്പര്. അപ്പൊ അതെങ്ങനെയാ ക്യാപിറ്റൽ വെച്ചാൽ നമ്മൾ 3,000 ചില വിഡ്രോ. കാര്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കതിന് ഈ ഓവർകം ചെയ്യാൻ പറ്റില്ല. ഈ സൈക്കോളജി നമ്മൾ റിസ്ക് മാനേജ് റിസ്ക് രണ്ടും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റിസ്ക് മാനേജർ എന്ന് പറയുന്നത്. അതായത് ലോസും ഉണ്ട്, ഇതിൻ്റെ ഒരു പ്രോഫിറ്റും ഉണ്ട്. ഇത് രണ്ടിനെയും നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും നമുക്കൊരു പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഇവിടെ വെക്കുന്നത്. അപ്പൊ ഈ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലോസ് പ്രോഫിറ്റ് മാത്രമല്ല ലോസിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രസക്തി കൊടുക്കേണ്ടത്. കാരണം വെച്ചാൽ നമ്മളെല്ലാവരും ഇതിലേക്ക് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള സാധനം ലോസ് ആണ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ലോസിനാണ്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ എത്രയാണോ ക്യാപിറ്റൽ, ആ ക്യാപിറ്റലിന്റെ ഒരു നിശ്ചിത ശതമാനം എന്ത് ചെയ്യുക, നിങ്ങൾ ഫിക്സ് ചെയ്യുക ലോസ്. അതായത് ഇപ്പൊ ഒരു 10,000 ആണ് ഞാൻ പറഞ്ഞാൽ ഒരു 1% പെർ ട്രേഡ് അല്ലെങ്കിൽ പെർ ഡേ നിങ്ങളൊരു ഇതിലൊരു പുതിയൊരാളാണ് എന്ത് ചെയ്യുക, എത്രയാണോ നിങ്ങൾ ലോഡ് സൈസ് നിങ്ങളൊരു 10,000 ക്യാപിറ്റൽ അതിന്റെ 1% എത്ര 100 വരും സാറേ, കണക്കിൽ വീക്കാ പോട്ടെ. അപ്പൊ 100 എന്നേക്കാൾ വീക്കിങ്ങളാണല്ലോ. അപ്പൊ ഈ 100 എന്ത് ചെയ്യാം, നമ്മൾ ഒരൊറ്റ ട്രേഡില്ല 100 എന്ത് ചെയ്യാം, നമ്മളൊരു 3-4 ട്രേഡുകൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ 3-4 ട്രേഡുകളിലേക്ക് നമ്മൾ മാറ്റാം. അപ്പൊ ഇത്രയും പെർ ഡേ ആണ് നമ്മൾ 1%, ഇത്രയും 4-5 ട്രേഡിലേക്ക് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചെറിയ റിസ്ക് ആണ് ഒരു ട്രേഡിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഇതിനെ മെന്റലി നമ്മൾ ഇതിനെ വല്ലാണ്ട് എഫക്ട് ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് നമ്മൾ ഇതിലോ ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യാം, നമ്മളൊരു ഇപ്പൊ നേരത്തെ ജിഷ്ണു സാർ പറഞ്ഞല്ലേ, ആരാ എന്തും മറ്റേ പോയിന്റ് 1000 വന്നിട്ട് അലക്കുന്ന ആളാരാ, അമലാട്ട്. പക്ഷേ അപ്പൊ നമ്മളൊരു 1000ന്റെ അക്കൗണ്ടിൽ നമ്മളൊരു 1000ന്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്യും, നമ്മളൊരു 0.1 അല്ലെങ്കിൽ ഒരു 0.2 അല്ലെങ്കിൽ 0.5 ട്രേഡ് നോക്കാം. അപ്പോ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ എന്ത് ചെയ്യും, നെഗറ്റീവ് സൈഡിലേക്കാ നമ്മളിട്ട ട്രേഡ് നെഗറ്റീവ് സൈഡിലേക്കാ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഹ്യൂജ് എമൗണ്ട് ലോസ് ഓഫ് ഫ്ലോട്ടിങ് കാണിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മെന്റലി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സൈക്കോളജി മൊത്തമായിട്ട് തെറ്റും. പിന്നെ നമ്മൾ പഠിപ്പിച്ചേന്നല്ല, എന്ത് പ്രോ ആയാലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മൈൻഡിലില്ല. നമ്മളെ മൈൻഡിൽ ആ ലോസ് ഫ്ലോട്ടിങ് മാത്രമായി ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അതിനെ കവർ ചെയ്യാൻ വേണ്ടി വേറെ ട്രേഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യും, അടുത്ത ട്രേഡ് കൊടുക്കും. കാരണം ചിലപ്പോൾ നമ്മളൊരു ബൈ കൊടുത്ത് ചിലപ്പോൾ താഴേക്കായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്, ഇത് സെല്ലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ചിന്തിക്കാൻ ഇനി ഇവിടുന്ന് എന്തായാലും ഇത് വീണ്ടും മൂവ് ആവും. അപ്പൊ വീണ്ടും നമ്മളവിടെ എന്ത് ചെയ്യും, ഒരു ബൈ അഗെയിൻ കൊടുക്കും, വീണ്ടും നാളെ വീണ്ടും ബൈ അഗെയിൻ കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും, അവിടെ ക്ലാസ്സിലാ ലൈവിലാ ഇല്ല ഓട്ടോ ചെയ്തു. അപ്പോ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ബൈ കൊടുത്തോണ്ടേയിരിക്കും. അപ്പൊ ഇത്രയും വലിയൊരു ഫ്ലോട്ടിങ് വരുമ്പോൾ എന്ത് ചെയ്യും, അത് അവസാനം നമ്മൾ അക്കൗണ്ട് ഒന്നിക്കൽ വാശിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ താഴെ കൊണ്ടുപോയിട്ട് ഹെഡ് ചെയ്യും. അപ്പൊ ഈ രീതിയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സൈക്കോളജി അവിടെ മൊത്തമായിട്ട് തെറ്റും. ആ സ്ഥാനത്ത് നമ്മളൊരു 10,000ന്റെ അക്കൗണ്ടിൽ നമ്മളൊരു 0.01 അല്ലെങ്കിൽ നമ്മളൊരു ലോസ് ഫിക്സ് ചെയ്ത് 1%, എന്നിട്ട് നമ്മൾ ആ ലോസിനെ ഒരു എന്താ പറയുക, ഒരു $100 എന്നുള്ളത് നമ്മളൊരു 3-4 ട്രേഡിലേക്ക് എന്ത് ഡിവൈഡ് ചെയ്ത് അതിന് കൊടുത്തു. അപ്പൊ ഒരു ട്രേഡിൽ നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഫ്ലോട്ടിങ് വരാൻ ചിലപ്പോൾ ഒരു 3-4 ട്രേഡാണ്, ചിലപ്പോൾ ഒരു $20 ഫ്ലോട്ടിങ് വരാം. 10,000ന്റെ അക്കൗണ്ടിൽ ഒരു $20 ഫ്ലോട്ടിങ് ആണ്. നിങ്ങൾക്ക് മെന്റലി നിങ്ങൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? ഉണ്ടാവോ ഭാസ്കർ ഭായി? ഇല്ല. ആ സ്ഥാനത്ത് നമ്മളൊരു 1000ന്റെ അക്കൗണ്ടിൽ ഒരു 200-300 ഫ്ലോട്ടിങ് എന്തായിരിക്കും നമ്മളെ അവസ്ഥ? ആകെ ടെൻഷൻ ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മള് മൊത്തം കൊണ്ടുപോയി കളയും. ഉറപ്പാണ്. കാരണം വെച്ചാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ട്രേഡ് എല്ലാം ഓപ്പോസിറ്റ് ആയിരിക്കും. അതെങ്ങനെയും കവർ ചെയ്യാന്നുള്ള മെന്റാലിറ്റി ആവും. അതാണ്. അപ്പൊ കവർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും, അത് റോങ്ങിലേക്ക് പോകും. കാരണം നമ്മളിപ്പോ ടെൻഷനിൽ എടുക്കുന്ന ട്രേഡ്, നമ്മൾ എന്നും പറയുന്നതാണ് മൈൻഡ് ഫ്രീ ആയിക്കാൻ ട്രേഡ് ഇരിക്കും, നിങ്ങളൊരു ഫ്രഷ് മൈൻഡിൽ ഇരിക്കണം. നമ്മൾ ഈ ലോസ് എന്തുകൊണ്ടാണ് ഫിക്സ് ചെയ്യുന്ന അറിയണ്ടോ? ഇപ്പൊ ഒരു 100 ലോസ് അടിച്ചു നോക്കുക, അന്ന് അവർ ട്രേഡ് അവിടെ നിർത്തുക. എന്നേക്ക് നിങ്ങളെ ചിലർക്ക് ഉണ്ട് കൈവറ വരും, എങ്ങനെയെങ്കിലും ഇത് കവർ ചെയ്തേ പറ്റുന്നുള്ളൂ. അങ്ങനെയുള്ളവർക്കാണ് ഈ ലോക്ക് ആപ്പ് ലോക്ക് വെച്ചിട്ടുള്ളത്, ഇത് ഇറക്കിയിട്ടുള്ളത്. ആ ഞങ്ങളുടെ ആപ്പ് അവിടെ ലോക്ക് ചെയ്ത് വെക്കുക നാളെ രാവിലെ വരെ. പിന്നെ ഒരു ഓപ്ഷനും ഇല്ല ഓപ്പൺ ആക്കാൻ വേണ്ടിക്ക്. എന്നിട്ട് എന്ത് ചെയ്യാം, നാളെ രാവിലെ വീണ്ടും ഫ്രഷ് മൈൻഡില് അന്ന് അതിനെ സെറ്റ് ചെയ്യുക. അപ്പൊ എത്രയായി, നിങ്ങളത് 9,900 ആയിട്ടുണ്ടാവും നിങ്ങൾ എന്ത് ക്യാപിറ്റൽ പെർ 1%. ദാറ്റ് മീൻസ് $99. ആ $99 ആയിരിക്കും നിങ്ങളെ സെയിം 4. എന്തായാലും നമ്മളിപ്പോ ഒരു അങ്ങനെ ഒരു ലെവലിലാ പോകുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ഒരു 4, 5, 6 ദിവസം എന്ത് ചെയ്യും, ഇതിങ്ങനെ കളിച്ചുകൊണ്ടേ നിൽക്കും. അപ്പം പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യും, നമുക്ക് അത്യാവശ്യം മാർക്കറ്റിന്റെ സ്ട്രാറ്റജി, മാർക്കറ്റിന്റെ എന്താ പറയുക, നമ്മൾ സ്ഥിരമായിട്ട് മാർക്കറ്റ് നമ്മൾ വാച്ച് ചെയ്യാൻ തുടങ്ങി. കാരണം നമ്മളൊരു ലോസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, കണ്ടമാനം ട്രേഡ് ഇടില്ല. കാരണം നമുക്ക് ആ ഒരു ദിവസം അത്രയും നമുക്ക് ലോസ് ഉള്ളൂ. അത് നമ്മൾ സ്വയം തീരുമാനിക്കുക, അതൊന്നും ഒരു കാരണവശാലും മാറാതിരിക്കുക. അല്ലാത്ത കാലത്തോളം നിങ്ങൾക്ക് ഇതിൽ വിജയിക്കാൻ പറ്റില്ല. ഇത്
വ്യക്തമായി കേൾക്കുക. നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന ലോസ് അത് നിങ്ങൾ മാറിയെങ്കിൽ, അല്ലെങ്കിൽ അതിന് മേലെ വീണ്ടും റിക്കവർ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചെങ്കിൽ, യു വിൽ നെവർ ഗോയിങ് ടു ബി എ ട്രേഡർ. പിന്നെ നിങ്ങൾ ഗാംബ്ലർ ആവാവുന്നത്. നമ്മളെ ശരിയായ ചൂതാട്ടം നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഒരിക്കലും നമ്മൾ പോയ മറ്റേ കുറിച്ച് റിക്കവർ ചെയ്യാൻ ആലോചിക്കേണ്ട. പിന്നെ നമ്മൾ ഫ്രഷ് മൈൻഡിൽ പിന്നെ 99 ആയി. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അന്ന് കളിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ചിലപ്പോൾ ഒരു 110 അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു 200 ചിലപ്പോൾ അങ്ങനെ വരും. ഗെയിൻ കൊണ്ടുവന്ന് 100 ആയി. സിമ്പിളായിട്ട് പറയാം, നിങ്ങളിപ്പോൾ ഒരു $10,000 ഇൻവെസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഒരു 3 മാസം അല്ല 3 to 4 month ഒരു 9,000 11,000 ഇടയിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ അങ്ങനെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട്, പുതിയ ആൾക്കാരാട്ടോ പറയുന്നത്, കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ബി എ ട്രേഡർ. നിങ്ങൾക്ക് നല്ലൊരു ട്രേഡർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാറാൻ പറ്റും. അതേ രീതിയിൽ പരിശീലിച്ച് പോയാൽ നിങ്ങളൊരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം ഇതേ രീതിയിലാണ് പോകുന്നത്. നിങ്ങൾ ഒരിക്കലും ട്രേഡിംഗ് എന്ന് പറഞ്ഞ മേഖല ഒരു 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ആരും ആലോചിക്കണം കേട്ടോ. അങ്ങനെ ആലോചിക്കുന്നവർക്ക് യു ക്യാൻ ഡ്രോപ്പ് ഫ്രം ഹിയർ. ഞാൻ നെഗറ്റീവ് പറയുന്നില്ല കേട്ടോ, ഒരിക്കലും ഇതിന്റെ യഥാർത്ഥ വശം പറഞ്ഞതാണ്. ഒരിക്കലും എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ വെറും മോട്ടിവേറ്റ് ചെയ്ത് ഒന്നും ആലോചിക്കാന്നില്ല, അങ്ങോട്ട് ചാമ്പിക്കോട്, ഇത് നമ്മൾ സ്വന്തം ട്രേഡിംഗ് ആണ്, അത്രയും പാട് ക്യാഷ് ഉണ്ടാക്കുക, ആ രീതിയിലൊക്കെ എനിക്ക് വേണം നിങ്ങളോട് പറഞ്ഞുതരാം. പക്ഷെ നിങ്ങളെല്ലാവരും റിയൽ മാർക്കറ്റിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഇതിന്റെ റിയാലിറ്റി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയേ പറ്റൂ. നമുക്കൊരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ നിങ്ങൾ വലിയൊരു പ്രോഫിറ്റബിൾ ട്രേഡറായി നിങ്ങൾക്ക് മില്യൺസ് ഉണ്ടാക്കാൻ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് യാതൊരു ഉത്തരവില്ല. നിങ്ങളെല്ലാവരും ഉള്ള ക്യാഷ് മൊത്തം കളയാനാ പോകുന്നത്. അങ്ങനെ ചിന്തിക്കേ വേണം. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ നല്ലൊരു ഹ്യൂജ് ക്യാപിറ്റൽ കണ്ടെത്താം, ചെറിയ രീതിയിൽ, അതായത് ചെറിയ ലോട്ട് സൈസ് ഉപയോഗിക്കുക, ആ രീതിയിലൊക്കെ ചെയ്ത് എന്ത് ചെയ്യും, നിങ്ങളൊരു ലോസ് ഫിക്സ് ചെയ്യുക, നല്ല അടിപൊളി ട്രേഡറായി നിങ്ങൾക്ക് മാറാൻ പറ്റും. പക്ഷെ അതിനും വേണം എന്ത്, സമയം. 1, 2, 3 മാസം കൊണ്ട് ഒരിക്കലും നിങ്ങൾ ട്രേഡർ ആകാൻ പോകുന്നില്ല. വീണ്ടും ഓർമ്മിക്കുക. അപ്പൊ എന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് മേക്സ് യു പെർഫെക്റ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഈ മാർക്കറ്റിനെ എക്സ്പീരിയൻസ് ചെയ്യുക. എന്താണ് മാർക്കറ്റ്, എങ്ങനെയാണ് മാർക്കറ്റ് എന്ന്. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് എല്ലാവരുടെയും കൂടി ഒരു ചോദ്യം ചോദിക്കട്ടെ, പോയ എല്ലാവരും ഹലോ, ഇല്ല ഞാനിവിടെ ഉണ്ട്. മുഴുകിയിരിക്കുകയാണ്. ഇന്ന് എല്ലാരും ഒന്ന് മ്യൂട്ട് മാറ്റിയേ. അഥവാ മ്യൂട്ട് മാറ്റാത്ത ആൾ ഇന്ന് റിമൂവ് ചെയ്യുന്നിരിക്കട്ടെ. എല്ലാരും ഒന്ന് മ്യൂട്ട് മാറ്റിയേ. എനിക്ക് മ്യൂട്ട് മാറ്റിയത് തരാം. എനിക്ക് മ്യൂട്ട് മാറ്റല്ലോ. പറഞ്ഞു വന്നത്, ഇന്നത്തെ മാർക്കറ്റ് എത്ര പേര് വാച്ച് ചെയ്തു, ഞാൻ ഓരോരാളുടെ ചോദിക്കുക, അതിന് മാത്രം എനിക്ക് ഉത്തരം തന്നാൽ മതി. എല്ലാരും പറയുന്നുണ്ട്. ഞാൻ ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് ഓരോരാളോട് ചോദിക്കും. ഒന്നുമില്ല, നിങ്ങൾക്ക് എന്താണ് ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ്, ഇന്നത്തെ മാർക്കറ്റ് ജസ്റ്റ് എന്താണെന്നുള്ള മാത്രം മതി. ആരും എക്സ്പീരിയൻസിട്ട് പോകണ്ട. ഫോൺ വിളിച്ച് തെറി പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കും. 44 ഒരാൾ എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. ഏതോ ഒരാൾ 2 ആൾ എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. ഇവിടുന്നല്ല, 2 ആൾ പേഴ്സണലായിട്ട് വിളിക്കുന്നതായിരിക്കും. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതിന് മുമ്പ് ചെറിയ ഒന്നുമില്ല, എക്സ്റ്റോർണൽ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, എക്സ്റ്റോർണൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്നത്തെ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഇന്നത്തെ മാർക്കറ്റ് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നി, എത്ര മാത്രമേ അറിയണ്ടു. ഓക്കെ, എന്താണ് അമൽ ഭായി ഇന്നത്തെ മാർക്കറ്റ് നിങ്ങളൊരു ഓവറോൾ വിഷയമാണ്? എനിക്ക് അറിയേണ്ടത് മാർക്കറ്റ് ബൈ ആണോ സെല്ലാണോ എന്നല്ലട്ടെ, ഇന്ന് എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇത്ര മാത്രം വോൾട്ടാലിറ്റി വന്നത് മാത്രം പറഞ്ഞു. എല്ലാരും മ്യൂട്ടൊക്കെ, ഞാൻ ചോദിക്കുന്നതാണ് മാത്രം അൺമ്യൂട്ട് ചെയ്തത്. ആരോടാ ചോദിക്കുന്നത്, എന്നോടാണോ? അമൽ ഭായി മിസ്റ്റർ അമൽ ഇന്നത്തെ മാർക്കറ്റ് ഇപ്പൊ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഒരു വാർ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇതില് ഇന്ന് എല്ലാരും എയിം ചെയ്യുന്നത് ബൈ മാർക്കറ്റ് ആണ്. അപ്പോ പിന്നെ നല്ല മൂവ്മെന്റ്സ് ഉള്ള ഡേ ആയിരുന്നു. ഓക്കെ, ഗ്രേറ്റ്. ആൻഡ് എന്താണ് അനീഷ് ഭായി അങ്ങയുടെ അഭിപ്രായം? കറക്റ്റായിട്ട് പറഞ്ഞ കണക്ക് തന്നെ രാവിലെ തൊട്ടേ മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോയി. ഓക്കെ, അനൂപേട്ടൻ? ഞാനിന്ന് മോർണിംഗില് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഈ വാറന്റ് ഇത് തന്നെയായിരുന്നു എഫക്ട് ചെയ്തത് 3440 വരെയുള്ള. ആക്ച്വലി സോൺ ഞാൻ അല്ലാതെ തന്നെ അത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് പ്രീവിയസ്. ഓക്കെ, എന്താണ് അരുൺ ഭായി? രാവിലെ കാണുന്നത് ഒരു ഹൈപ്പ് തന്നെയാണ് കാണുന്നത്. പക്ഷെ ഇതെന്താണ് റീസൺ അറിയാൻ പാടില്ലായിരുന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് ഫോണോട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ ഇമ്പാക്ട് കൊണ്ടാണ്, ഈ വാറിന്റെ ഇമ്പാക്ട് കൊണ്ടാണ് ഇതിങ്ങനെ ഹൈപ്പായി നിൽക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും അതിനാണ് അഭിപ്രായം. ഇംതിയാസ് ഭായി? അതെ അതന്നെയാണ്. അതെ സാർ. ജെയ്സൺ ഭായി?
അതെ അത് വാറന്റ് തന്നെയാണ് എന്റെ ഇഷ്യൂ അഭിപ്രായം. അത് തന്നെയാണ്. മൊയ്നുദ്ദീൻ അതന്നെ അതന്നെ ഇതന്നെ ഉത്തരം തരുന്നത്. എല്ലാരും അതന്നെ അല്ല, ഒരു കാര്യം തന്നെ വീണ്ടും പവിത്രേട്ടാ ആവർത്തിക്കണ്ടല്ലോ. പവിത്രേട്ടാ ഓ എന്താണ് പവിത്രേട്ടാ ഇതില് താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്തുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ഇത്രമാത്രം മുമ്പിൽ വരാനുള്ള കാരണം? ഞാൻ ശരിക്കും ഇപ്പൊ ആക്റ്റീവ് അല്ല, ഞാൻ ഇത് വാച്ച് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നിയത് മാറാണെന്നാണ്. ഞാൻ ട്രേഡ് ഒന്നും ഇപ്പൊ ബിക്കോസ് ഓഫ് വാർ. എടുക്കാറില്ല. ഓക്കെ, എന്താണ് റിഷാൽ ബായ് പറയൂ. ഞാന് ഡ്യൂട്ടിന്റെ ഇടയിലായി വാറിന്റെ കാര്യം അറിഞ്ഞേ. അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഡെമോ ട്രേഡാണ് ചെയ്യുന്നത്. ഞാൻ റിയൽ അക്കൗണ്ട് തുടങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഡ്യൂട്ടിന്റെ ഇടയിൽ തന്നെ ഇത് കണ്ടപ്പോ ഞാൻ ChatGPT അടിച്ചു നോക്കി, ഈ വാർ ഇറാൻ ഇസ്രായേൽ തമ്മിലുള്ള വാർ തമ്മിൽ ഗോൾഡിൽ എങ്ങനെ എഫക്ട് ചെയ്യുന്ന അടിച്ചു നോക്കി. അപ്പൊ ഗോൾഡിന്റെ ഡിമാൻഡ് കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഗോൾഡിലേക്ക് സേഫ് ആയിട്ടുള്ള ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എന്താണ് ഷിദിൻ കട്ടിശ്ശേരി അച്യുതൻ സർ പറയൂ. ഇതായിരുന്നു ഷിദിൻ ഭായ്. ഓ, നിങ്ങളെ പേരെന്താ ഞാൻ പേടിച്ചു കിട്ടോ. അത്ത ഷിദിനേട്ടാ ആ സാറേ, സുനിലേട്ടാണല്ലോ ഉത്തരം പറഞ്ഞത് ഷിദിൻ ഭായ് എന്ന് വെച്ചിട്ട്. ഷിദിനെ കേൾക്കുന്നില്ലേ? ഷിദിൻ കേൾക്കുന്നുണ്ട്. എന്താണ് കുട്ട ഇന്നത്തെ മാർക്കറ്റിന്റെ, എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇത്രമാത്രം മൂവ്മെന്റ് വന്നത്? മൊമെന്റ് വാർ തന്നെ ആയിരിക്കും വിചാരിക്കുന്നത്. ആയിക്കണ്ടേ ഷിനുവേട്ടാ. ഞാൻ ഇപ്പൊ മാർക്കറ്റ് ഒന്ന് ഡൗൺ ആയപ്പോ ഞാൻ അവിടെ ഒരു ബൈ ഇട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയില് അതിന്റെ ഇടയിൽ ഓണത്തിന്റെ ഇടയ്ക്ക് പുട്ടച്ചോറ് നടത്തിയല്ലോ. ചുമ്മാ സ്കാൽപ്പിങ്. കുഴപ്പമില്ല. എന്താണ് സോണിയ ബാബു പറയൂ. വൈഫിന്റെ ഇതിലാണ്, ഞാൻ സാബുവാണ്. ഓക്കെ, നമ്മള് എല്ലാവരും പറഞ്ഞ മാതിരി വാറിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ഹൈപ്പ് ഉണ്ടായത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ എന്താണ് ലിൻസി തോന്നുന്നു. ഷിയാസ് ഭായ് ഓവർ സൗണ്ട് ആരാണ്? വ്യത്യാസം. അപ്പോ നമ്മളിപ്പോ എല്ലാരും പറഞ്ഞ വാറിനാണ്. ഇതിലല്ലാതെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരം ഉണ്ടോ? ഓൺലി ബിക്കോസ് ഓഫ് വാർ അല്ല, എന്തുകൊണ്ട് ഇന്ന് ഇത്രയും ഒരു മൂവ്മെന്റും ഇത്രമാത്രം വന്നെന്നുള്ള വേറെ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഡോളർ ഇതായില്ലേ, വീക്കായില്ലേ. ഓക്കെ, വേറെ എന്തെങ്കിലും ഉത്തരം ഉണ്ടോ? എന്തുകൊണ്ടാണ് ഇത് നമുക്ക് ലോകത്ത് എന്താ പറയാ മാർക്കറ്റില് ഫോറക്സിൽ ഗോൾഡ് മാത്രല്ല പല പല മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പൊ എന്താ പറയാ സ്റ്റോക്സ് ഉണ്ട്, ഇൻഡീസസ് ഉണ്ട്, മെറ്റൽസ് ഉണ്ട്. ഇപ്പൊ കോപ്പർ ഉണ്ട്, ഗോൾഡ്, സിൽവർ ഉണ്ട്, കോപ്പർ ഉണ്ട്, എന്താ പറയാ സ്റ്റീലിന്റെ എല്ലാതും ഉണ്ട്. ഇപ്പൊ നമ്മളൊരു പച്ചക്കറി കട പോലെ ഇതിന്റെ എല്ലാ സാധനം, ഗോതമ്പ് ഉണ്ട്, കോഫി ഉണ്ട്, ചായപ്പൊടി ഇടയ്ക്ക് ഇതിലൊത്തുണ്ട്. വേണമെങ്കിൽ ഒരു ബൈ ആയിരിക്കും എടുക്കാൻ താല്പര്യം ഉണ്ടോ? ആയിരിക്കും ബൈ എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഗൈസ് ഒരു ചെറിയ ബൈ നോക്കാട്ടോ. ബൈ നോക്കിയിട്ട് SL കുറച്ച് ലോങ് അല്ലേ? SL അത്യാവശ്യം ലോങ് ആണ്, ശ്രദ്ധിക്കണം. അപ്പൊ വന്ന് 23 വന്ന് പോയി. 23 വന്നു. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. 23.5 വന്ന് പോയി. ലിക്വിഡിറ്റി പ്രീവിയസ് ലോന്റെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് ശരിക്കും എനക്കുന്നുള്ളത് ഞാൻ തരാം. കൂടെ പോയിട്ട് അങ്ങനെ ബൈ കിട്ടും. നീ 3 തന്നെ 34 തന്നെ ഇട്ടിട്ടില്ലേ? ഒരു ബൈ കൊടുത്തോളൂ, എന്നിട്ട് നേരെ SL ഇതിന് താഴെ വെച്ചാൽ മതി. ഞാൻ 34-26 എടുത്തുണ്ട്. അവിടെ എങ്ങനെയാണ് ബൈ വരിക? അതൊരു കുത്തനെ പാട് വന്നോണ്ടിരിക്കല്ലേ. ആ പാട് വന്നാൽ ലിക്വിഡിറ്റി ലെഫ്റ്റ് സൈഡിലുള്ള ലിക്വിഡിറ്റി മൊത്തം ഗ്രാബ് ചെയ്തിട്ടല്ലേ വന്നത്. അതാണ് ഇപ്പൊ മനസ്സിലായോ ഇപ്പൊ മനസ്സിലായി. നമ്മൾ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോയിട്ട് അതിന്റെ ഇടയിൽ പറ്റിയൊരു ബൈ എടുത്തത്. ദിസ് ഈസ് കോൾഡ് സൈക്കോളജി. അതാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്. നമുക്ക് ആ മാർക്കറ്റ് കാണുന്നുള്ള ഒരു ഇതില്ലേ കൈതിരിപ്പ്, അത് മാറണം എന്നുള്ളത്. നമ്മൾ ഇത്രയും കാര്യം നമ്മളുടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ ചർച്ചിച്ചുകൊണ്ടിരിക്കുമ്പോ മഹാനടപ്പ് ട്രേഡ് ഇട്ടില്ലേ,
ഈ മെന്റാലിറ്റി നമ്മൾ ആദ്യം മാറ്റണം. അതായത് നമ്മൾ എന്തിന്റെയും ചെയ്യുന്നതിന്റെ ഇടയിൽ ഇപ്പോൾ എന്ത് ചെയ്യുക, ട്രേഡ് ഇടുക. ട്രേഡ് എന്ന് പറഞ്ഞാൽ അത്ര റിസ്കി മേഖലയാണ്. അപ്പൊ അതിന് അതിൻ്റെതായ സീരിയസ്നെസ്സിൽ കാണാൻ നമ്മൾ ആ മാർക്കറ്റിൽ ഇരുന്ന് ഒരു ചർച്ച ചെയ്ത് ഇപ്പൊ അത് നമ്മളൊരു ബൈ പറഞ്ഞു, അതിന് നമ്മളൊരു SL കൊടുത്തു, അതിന് നമ്മൾ TP എന്തെങ്കിലും നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ സ്കാൽപ്പ് ചെയ്യാം. അതെല്ലാം നമ്മൾ നേരെ തിരിച്ചു വന്നേ SL അടിച്ചോട്ടെ, SL നിർബന്ധമായിട്ടും വെക്കുക. SL അടിക്കാണ്ട് മറ്റേ ഫുൾ ടൈം TP ഇട്ടുന്ന ട്രേഡറിലൊന്നും ലോകത്ത് ഏടിയില്ല. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നല്ലേ. ഏത് അതിന്റെ കാരണം ഒന്നും കേട്ടോ, അതിന്റെ ക്യാപിറ്റലാണ്, വേറൊന്നുമല്ല. ഞാൻ അത്രയും വലിയ ക്യാപിറ്റലാണ്, പക്ഷെ ഞാൻ ലോഡ് സൈസ് അത്രയും ചെറുതാട്ടാ. എനിക്ക് SL ഇല്ല കേട്ടോ, എനിക്ക് ബ്രോക്കർ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇത് എന്ത് പരിപാടി കാണിക്കുന്നത്, SL ഇല്ലാത്ത പരിപാടി എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ബ്രോക്കർ കുറെ ലോസ് ഉണ്ടാക്കി കൊടുത്തു. ഞാൻ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ മാർക്കറ്റിൽ ഇന്നിപ്പോ എല്ലാവരും പറഞ്ഞു വാറിന്റെ റീസൺ ആണെന്നുള്ള കാര്യം. അപ്പൊ അതിലൊരു ചോദ്യം ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ബാക്കിയുള്ള ഒരു സാധനങ്ങൾ ഇത് എഫക്ട് ചെയ്യുന്നില്ല? കോപ്പർ, സിൽവർ, ചായപ്പൊടി, കോപ്പിപ്പൊടി, എന്തൊക്കെയുണ്ട് അതൊക്കെ ഈ മാർക്കറ്റിലുണ്ട്. അല്ല പല പല രാജ്യങ്ങളിൽ പല പല കമ്പനീസിന്റെ സ്റ്റോക്സ് ഉണ്ട്. ഇപ്പൊ എന്താ പറയുക, ടെസ്ല, ഇങ്ങനെ കുറേ സ്റ്റോക്സ് ഉണ്ട്, എൻവിഡിയ. എന്തുകൊണ്ട് ഇതിനാരും എഫക്ട് ചെയ്യാത്ത? ഒന്ന് പറയാമോ ആരെങ്കിലും ഒരാൾ? ഏതെങ്കിലും ഒന്നോ രണ്ടാൾ പറഞ്ഞാൽ മതി. ഗോൾഡിന്റെ സേവിങ്സ് കൊണ്ടാണോ? ഗോൾഡിന്റെ സേവിങ്സ് കൂടുതൽ പേരും ഗോൾഡിനകത്തല്ല ചെയ്യുന്നത്, അപ്പൊ അതിനകത്ത് ഗോൾഡ് ഒരു സേഫ് ആയിട്ടുള്ള ഒരു അസറ്റ്. സേവിങ്സ് ഗോൾഡ് ഒരു നശിക്കാത്ത അസറ്റാണ്. ആ ഉത്തരാരി പറഞ്ഞു, സുല്ലേട്ടനാ പറഞ്ഞ സേഫസ്റ്റ് അസറ്റ് എന്നുള്ളത്. അതെ അതെ, വെരി ഗുഡ് വെരി ഗുഡ്. റീസൺ ഇത്രയാണ്. ഒന്ന് മെയിനായിട്ട് പറഞ്ഞാൽ ഗോൾഡൻ ലോകത്തിലെ ഏറ്റവും സേഫ് ഹെവൻ അസറ്റ് എന്ന് അറിയപ്പെടുന്ന സാധനം ഗോൾഡ് മാത്രമേ ഉള്ളൂ. വേറെ അസറ്റുകളുണ്ട്, ഇപ്പൊ കമ്പനി സ്റ്റോക്സ് ഉണ്ട്. അതെല്ലാം പറഞ്ഞാൽ ഇപ്പൊ ടെസ്ല ജസ്റ്റ് എക്സാമ്പിൾ. ഇപ്പൊ മറ്റെന്തറിയാ, നമ്മൾ ആശാനും ട്രംപും കൂടി ചെറിയൊരു തല ഉണ്ടാക്കിയപ്പോ ടെസ്ല കണ്ടത് ചെറുതായിട്ടൊന്നും ഇരുന്നു. പക്ഷെ ഗോൾഡിന് ഒരിക്കലും അങ്ങനെ ലോകത്ത് ഒരാൾക്കും ഇരുത്താൻ പറ്റില്ല. ലോകത്ത് എന്ത് എസ്കലേഷൻ നടന്നാലും, എന്ത് വാറോ, ലോകത്ത് എന്ത് പ്രശ്നം നടന്നാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു സാധനം ഗോൾഡ് ആണ്. ബിക്കോസ് ഗോൾഡ് ഈസ് ദ വേൾഡ് സേഫ് ഹെവൻ അസറ്റ്. ലോകത്തിന്റെ ഏറ്റവും വലിയ സേഫ് ഹെവൻ അസറ്റ് എന്നറിയപ്പെടുന്ന ഒരേ ഒരു വസ്തു അത് ഗോൾഡ് മാത്രമാണ്. റീസൺ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇപ്പൊ റിസർവ് എന്ന് പറയുന്ന സംഭവം ഗോൾഡാണ് വെക്കുക. നിങ്ങൾ എവിടെ കണ്ടോ എല്ലാ രാജ്യങ്ങളും ക്രിപ്റ്റോ വാങ്ങിച്ചു വെക്കുക? അതെല്ലാം എന്ത് ചെയ്യുക, ക്രിപ്റ്റോ വാങ്ങിച്ചു വെക്കുന്ന രാജ്യങ്ങളുണ്ട് കേട്ടോ, അതല്ല. പക്ഷെ വേൾഡ് വൈഡിൽ ഇപ്പൊ റിസർവ് ബാങ്ക്സ്, എല്ലാ രാജ്യത്തിന്റെയും റിസർവ് ബാങ്ക്സുകൾ ഗോൾഡ് ഉണ്ട്. അപ്പൊ ലോകത്ത് പല പല പ്രൊഡക്റ്റ് ഉണ്ട്. ഗോൾഡ് ഒഴിക്കാൻ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെ ഏതെങ്കിലും രാജ്യം കോഫി വാങ്ങിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവിടെ യുദ്ധം നടക്കാൻ നമുക്ക് ഇവിടെ കുറച്ച് കോഫി വാങ്ങി വെക്കാം, അല്ല കുറച്ച് കോപ്പർ വാങ്ങി വെക്കാം. കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ എല്ലാ രാജ്യത്തിന്റെയും റിസർവ് എന്ന് പറയുന്ന സംഭവം, ഫണ്ട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അവര് വാങ്ങി വെക്കുന്നത് ഗോൾഡ് ആണ്. അപ്പൊ റീസൺ എന്ന് വെച്ചാൽ പൊതുവെ പോരാത്ത ഇന്ന് ഫ്രൈഡേയും കൂടെയാണ്. നോർമലി എല്ലാ റീറ്റെയിലേഴ്സിനുള്ള ഇതും ഇന്ന് ക്ലോസിംഗ് ആവും ഇന്ന് രാത്രിത്തോടെ. അപ്പൊ എന്ത് ചെയ്യും, മാക്സിമം ആൾക്കാർ എന്ത് ചെയ്തു, ഈ വാറിന്റെ ഈ സെന്റിമെന്റിൽ വന്നപ്പോ എന്ത് ചെയ്തു, ബാക്കിയുള്ള സ്റ്റോക്സ് ആ രാജ്യവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇന്ന് അമേരിക്ക പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ ബന്ധമില്ല. അപ്പൊ അമേരിക്ക ഇന്ന് പറഞ്ഞൊരു വാക്കാണിത്, അമേരിക്ക ഞങ്ങൾക്ക് ഈ യുദ്ധത്തിൽ വല്ലാണ്ട് പങ്കില്ല, ഇത് നമ്മൾ അറിവില്ലാതെ വേണം. അപ്പൊ എന്ത് അവിടെ ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു ഇതാണ് അവിടെ ഒരു പ്രസന്റേഷൻ വരുന്നത്, ഏത് ട്രംപിന്റെ സൈഡിൽ. കാരണം ഇത് നമുക്ക് ഇതിൽ ഉത്തരവാദിത്തം. കാരണം ഇവരെന്ത് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു, അമേരിക്ക ഇവരും ഇറാൻ തമ്മിൽ ഒരു ചർച്ച വെച്ചിരുന്നു. അതിനു മുമ്പാണ് ഈ അറ്റാക്ക് നടന്നത്. അപ്പൊ എന്ത് ചെയ്യും, അമേരിക്ക പതിയെ എന്ത് ചെയ്യും, മാറിയിരുന്നു. അപ്പൊ ഇസ്രായേലുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റോക്സിനും എന്ത് ചെയ്യും, ഇത് ബാധിക്കും. അപ്പൊ എന്ത് ചെയ്യും, അവിടെയുള്ള ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടുന്ന ബാധിക്കുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സും, ഇതുമായി ഏതൊക്കെ കമ്പനിയെ ബാധിക്കും ആ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യും, അവര് അവിടെയുള്ള ക്യാപിറ്റൽ വിഡ്രോയിട്ട് എന്ത് ചെയ്യും. എല്ലാവർക്കും ലോകത്തെല്ലാവർക്കും പേടിയുള്ള ഒരു വസ്തുവാണ് അവനവന്റെ ഇതെന്ന് പറയുന്നത്, സ്വത്ത് എന്ന് പറയുന്നത് അല്ലേ. എന്റെ ക്യാഷ് എനിക്ക് പേടിയുള്ള വസ്തു. ലോകത്തിലെ മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ പേടിയുള്ള സാധനമാണ് അവന്റെ സമ്പാദ്യത്തിന്. ഇത് നഷ്ടപ്പെടുമെന്നുള്ള പേടി. അപ്പൊ എന്ത് ചെയ്യും, ലോകത്തിലുള്ള എല്ലാ കമ്പനീസ് എന്ത് ചെയ്യും, ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, അവിടെയുള്ള ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, അവിടുന്ന് വിഡ്രോയിട്ട് എന്ത് ചെയ്യും, നേരെ ഗോൾഡിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യും, ബൈ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഗോൾഡ് എന്ന് പറഞ്ഞ റിസോഴ്സസ് ആണ്, ഒരു മെറ്റൽ ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഇതിന് ഡിമാൻഡ് എന്ത് ചെയ്യും, കൂടും. അപ്പൊ എന്ത് ചെയ്യും, ഗോൾഡ് ഒബിയസ്ലി മുകളിലേക്ക് പോയിക്കൊണ്ടേക്കും. കാരണം ബുള്ളിഷ് ആയിക്കൊണ്ടേക്കും. കാരണം എന്താ, ലിമിറ്റഡ് റിസോഴ്സ് വാങ്ങിച്ചുകൊണ്ടേക്കും ആൾക്കാർ. ഇതുകൊണ്ട് പോരാത്ത ഇന്ന് ഫ്രൈഡേ എന്നുള്ളൊരു കാരണം കൂടി ഉണ്ട് ഇതിന്. ഇന്നലെ തുടങ്ങിയ യുദ്ധത്തിന് ഫ്രൈഡേ, അതുകൊണ്ടാണ് ഇന്ന് ഇത്ര മാർക്കറ്റ് ഇങ്ങനെ മാത്രം വോൾട്ടിലായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്തിട്ടുള്ളത്. ഈ റീസൺ ഒക്കെ നമ്മൾ മനസ്സിലാക്കി ഇതിന്റെ ഒരു സൈക്കോളജിക്കൽ ഭാഗം കൂടി നമ്മൾ മനസ്സിലാക്കുക. ന്യൂസ് വലിയൊരു ഘടകമാണ് നമ്മൾ ഇതിനെ സംഭവിച്ചോളും. അതേപോലെ എന്ത് ചെയ്യാ, നമ്മള് ക്യാപിറ്റല്, സൈക്കോളജിന്റെ ഏറ്റവും വലിയ ഉത്തരമാണ് ക്യാപിറ്റല്. നേരത്തെ ഞാൻ പറഞ്ഞത് SL ഇല്ലാത്തൊരു വ്യക്തി ഞാനായിരിക്കും ചിലപ്പോൾ ഇവിടെ. കാരണം എന്താണ്, ഞാൻ SL ഉപയോഗിക്കാറില്ല. കാരണം ഇത്രയും വലിയ ക്യാപിറ്റലാണ്. എന്നെ സംബന്ധിച്ചോളം എന്റെ ക്യാപിറ്റല് എനിക്ക്
ഓൾമോസ്റ്റ് ഒരു 30-40 ഓപ്പൺ ട്രേഡ് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇട്ട ക്യാപിറ്റലിൽ നിന്ന് ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്ന ലോട്ട് സൈസിന് എനിക്ക് 40 അല്ല ഒരു 60-70 ട്രേഡ് എനിക്ക് വന്ന് ഗോൾഡ് 1000-ന് താഴെ പോകണം. ഗോൾഡിന്റെ പ്രൈസ് എന്റെ അക്കൗണ്ട് വാഷ് ഔട്ട് ആണെങ്കിൽ, അതായത് 1000-ന് താഴെ പോകണം എന്റെ അക്കൗണ്ട്. ഗോൾഡിന്റെ മൊത്തം പ്രൈസ് ഇന്നത്തെ 3423 പോയിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഗോൾഡിന് റേറ്റ് 1000 ആണെങ്കിൽ എന്റെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവും. ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള എന്റെ റിസ്ക് മാനേജ് എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും സേഫിലുള്ളത്. ഗോൾഡ് നമുക്കറിയാം പോയാലും കൂടി പോയി 2700 അത്ര ഇറങ്ങാൻ സാധ്യതയില്ല. ഹെവി ഞാൻ പറയാം, മാക്സിമം പോട്ടെ 2400 കൂട്ടിക്കും. എന്നാൽ $1400 മൂവ്മെന്റ് എനിക്ക് എന്താണ് അവിടെ ബാലൻസ് ആണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ടെൻഷൻ വരില്ല. ഞാൻ ട്രേഡ് എടുക്കും, ഞാൻ സുഖമായിട്ട് ഉറങ്ങും. ചില ആളുടെ ട്രേഡ് എടുത്ത ഉറക്കില്ലാത്ത ആൾക്കാർക്ക് ഈ പറഞ്ഞ 44 ആൾക്കാരിലുണ്ടാവും, ഉറക്കുണ്ടാവില്ല, ഊണുണ്ടാവില്ല, ട്രേഡ് എടുത്ത് അത് മാത്രം നോക്കിക്കുന്നത്. ആ മെന്റാലിറ്റി നമ്മൾ മാറാൻ ശ്രമിക്കുക. അത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സാധനം ക്യാപിറ്റലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റലിൽ 1% മാത്രം നമ്മൾ റിസ്ക് എടുക്കുക, SL ഉപയോഗിക്കുക. നിങ്ങളും കുറെ കാലം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത്യാവശ്യം നല്ല ക്യാപിറ്റൽ എന്ത് ചെയ്യുക, അത്യാവശ്യം നല്ല ഹെവി ക്യാപിറ്റലാണ് എന്ത് ചെയ്യുക, നിങ്ങൾക്കും ഈ പറഞ്ഞ SLന്റെ ആവശ്യം വരില്ല. പക്ഷേ നിങ്ങളൊരു ബിഗിനർ എന്ന നിലയിൽ നിർബന്ധമായിട്ടും SL ഉപയോഗിച്ചേ പറ്റൂ. കാരണം എന്തിനാണ്, നിങ്ങൾക്ക് നിങ്ങളെ റിസ്ക് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. അല്ലാത്ത കാലത്തുള്ള ഇത് ഭയങ്കര അബദ്ധമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 1-2 മാസം കൊണ്ട് ട്രേഡർ ആവാൻ പറ്റില്ല. നെഗറ്റിവിറ്റി തരുന്നതല്ല, അതിന്റെ യഥാർത്ഥ വശം പറഞ്ഞതാണ്. 1-2 മാസം കൊണ്ട് ആർക്കെങ്കിലും ട്രേഡർ ആവാൻ ആഗ്രഹം പറ്റില്ല. ദിസ് എ ലോങ് ജേർണി. പക്ഷെ നിങ്ങളൊരു എന്താ പറയുക, ഇതിലൊരു 1-2 വർഷം ആ പറയുന്ന കാര്യങ്ങളും ആ എത്തിക്സ് നിങ്ങൾ ഇത്രമാത്രം ആലോചിക്കുക. നിങ്ങളോട് ചെയ്യുന്ന തെറ്റാണ് എന്തിന് ചില ടൈം നമ്മൾ പറയുന്നതിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾ പോകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അവനവനിക്ക് വേണ്ടി, അതായത് അവനവന്റെ ഒരു ലൈഫ്, കാരണം വെച്ചാൽ നിങ്ങൾ ഒരു ട്രേഡിങ്ങിലൂടെ നന്നായാലും നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുള്ള ആൾക്കാരൊക്കെ അതിന്റെ എന്ത് ചെയ്യും, സുഖം അനുഭവിക്കും. ആ ഒരു ഹാപ്പിനെസ് അവർക്ക് കിട്ടും. കാരണം അറിയാലോ, ലോകത്ത് എല്ലാവരെയും പ്രശ്നം സമ്പാദ്യമാണ്. അതിപ്പോ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്തൊരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെ വീട്ടുകാർ ഹാപ്പിയാവും. ആ വീടുമായി ബന്ധപ്പെട്ടല്ല, നിങ്ങളുമായി ബന്ധപ്പെട്ട കുറെ സ്റ്റാഫുണ്ട്, അവർ ഹാപ്പിയാവും, എല്ലാവരും ഹാപ്പിയാവും. ആ സ്ഥാനത്ത് എന്ത് ചെയ്യും, നിങ്ങൾ ഇതിൽ കൊണ്ടാണ്ട് നിങ്ങൾ കുറെ എന്താ ചെയ്യുക, ഒരു എത്തിക്സും ഇല്ലാതെ നിങ്ങൾ കളിച്ച് അത് നിങ്ങൾക്ക് ചെറിയൊരു ലോസ് എത്തിച്ച് എന്ത് ചെയ്യും, വീട്ടിൽ സമാധാനം കിട്ടില്ല. നിങ്ങളുമായി അടുത്തിരിക്കുന്ന നിങ്ങളുമായി ബന്ധപ്പെട്ട ബാക്കിലേക്ക് സമാധാനം കിട്ടില്ല. കാരണം നിങ്ങൾ നെഗറ്റിവിറ്റി, കാരണം നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു ഡിപ്രഷനിലേക്ക് ഒരു നെഗറ്റിവിറ്റിയാണ്, അത് എല്ലാവരും ബാധിക്കുക. അപ്പൊ എന്ത് ചെയ്യുക, ഓൾവേസ് ബി പോസിറ്റീവ്. നമ്മൾ എന്ത് ചെയ്യുക, എന്നൊരു പോസിറ്റീവിലേക്ക് മാറാൻ ശ്രമിക്കുക. ആ മാറാൻ ശ്രമിക്കണമെങ്കിൽ അവനവനോട് ഒരിക്കലും ചതി കാണിക്കാതെ, അവനവനോട് തെറ്റ് കാണിക്കാതെ, ഞാൻ ചിന്തിച്ചില്ല, ഞാൻ ഫിക്സ് ചെയ്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉറപ്പിച്ചുകൊണ്ട് മാത്രം എന്ത് ചെയ്യുക, കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. മാക്സിമം ക്യാപിറ്റൽ എന്ത് ചെയ്യുക, ഹെവി ആക്കുക. ആ ട്രേഡ് നോക്കി മാത്രം എന്ത് ചെയ്യുക, കണ്ടപാട് ഓടിച്ചാടി എടുക്കുന്ന സ്വഭാവം മാറ്റുക. മാന്യമായിട്ട് എന്താണോ അതിന്റെ ആ റൂൾസ് വെച്ചിട്ട്, എനിക്കൊരു ദിവസം ഞാൻ എത്ര ലോസ് ഫിക്സ് ചെയ്തു, അതിൽ മാത്രമേ ഞാൻ മൂവ് ചെയ്യുള്ളൂ. ആ രീതിയിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് പോവുക. എനി ഡൗട്ട്സ് ഇക്കാര്യത്തിൽ? ഹലോ, ഡൗട്ട്സ് ഇല്ല, പക്ഷെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതാ പ്രശ്നം. പറയൂ. ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആയിവാ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഇമോഷൻ കൺട്രോൾ എന്ത് ചെയ്യണം, ജയ്സൺ പറഞ്ഞ പോലെ നമ്മൾ ഇമോഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം നമ്മളോട് ഒരു കാര്യം തീരുമാനിക്കണം. ഇരിക്കേണ്ട ഒരു കാര്യം തീരുമാനിക്കുക, ഞാൻ ഇന്നത് മാത്രമേ ചെയ്യൂ, അല്ലെ ഞാൻ ഇങ്ങനെ ചെയ്യൂ, അതിന്റെ അപ്പുറം ഞാൻ ചെയ്യില്ല. നിങ്ങൾ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചു നോക്കി. അതൊരാഴ്ച നിങ്ങൾ കുറേയൊന്നും കൊണ്ടുപോകണ്ട. സാറെ ട്രേഡ് കട്ടാക്കണ അതൊരു കളിയിൽ ഇല്ല. ഒരു ക്യാൻഡിൽ ക്രോസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ, ഞാന് ഇന്നത് മാത്രമേ ചെയ്യൂ. ഒരാഴ്ച, നിങ്ങളൊരു കൊല്ലങ്ങൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യും. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒരു ലോസ് സെറ്റ് ചെയ്തിട്ട് ആ തിങ്കൾ ടു ചൊവ്വ വരെ നമുക്ക് വേണം ബുധനാഴ്ച ഒന്നുകൂടി ഇരിക്കുക, അല്ല വ്യാഴാഴ്ച നമുക്ക് എന്ത് വേണം ഒന്നുകൂടി ഒരു ക്ലാസ് കൂടി ഇരിക്കാം. നിങ്ങൾ അത് വരെ ഒന്ന് സെറ്റ് ചെയ്യും. കൂടുതലും വേണ്ട, നിങ്ങൾ ഈ പറഞ്ഞ ഇത്രയും ദിവസങ്ങൾ കളിച്ചില്ല, 2 ദിവസം എന്ത് ചെയ്യും, എനിക്ക് വേണ്ടി ആരും ചെയ്യണം കേട്ടോ, അവനവനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടിക്കണം ഒരാൾ ഇത് ചെയ്യണ്ട, അവനവനിക്ക് വേണ്ടി നിങ്ങൾ 2 ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. മൺഡേ ട്യൂസ്ഡേ ഒന്ന് പ്രാക്ടീസ് ചെയ്യും. അതായത് ഈ പറഞ്ഞ ഒരു ലോസ്, എന്റെ ക്യാപിറ്റൽ ഇതിന്റെ ഇത്ര ശതമാനം ഞാൻ ലോസ് ഫിക്സ് ചെയ്യുന്നു, അതിന് ഇത്ര മാത്രമേ ലോട്ട് ഞാൻ ഉപയോഗിക്കൂ. ആ ക്യാപിറ്റലിന് ഞാൻ ഇത്ര ഒരു 4 ട്രേഡിൽ എന്റെ ലോസ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. ആ രീതിയിൽ നിങ്ങളൊന്ന് ഫിക്സ് ചെയ്ത് നോക്കി. വെറും 4 ദിവസം, കൂടുതലും വേണ്ട, അല്ലെ വെറും 2 ദിവസം, തിങ്കളും ചൊവ്വയും. ബുധനാഴ്ച ഇൻഷാ അല്ലാഹ് പറ്റും എന്ത് ചെയ്യാ, ഫ്രീ ആണെങ്കിൽ ഞാനും ഇരിക്കാം. തയ്യാറാണോ എല്ലാവരും? ഉറപ്പ് ഓക്കെ ആണോ സാറന്മാരെ? ഇതിൽ എല്ലാരും ജിഷ്ണു സാറേ, ജിഷ്ണു സാർ പ്രോ ടീമാന്ന് പറ്റാ.
എല്ലാരും പ്രോ ആണെന്ന് തോന്നുന്നു. കാരണം അല്ലേ, ഒരു ഉത്തരയില്ലേ ഇതില്? സാറിന്റെ സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടാ നോക്കിയേ അങ്ങനെ പേഴ്സണലി തല്ലാതെ പിടിച്ചിട്ട്? അബി സാറിന്റെ സ്റ്റുഡന്റ് ആ അല്ല, ഇത് ഫുള്ള് മറ്റേ പ്രോ ആണെന്ന് തോന്നുന്നു ആൾക്കാര്. അല്ല, എല്ലാരും പ്രോ ആണെന്ന് തോന്നുന്നു. ആ മ്യൂട്ടാണ്, ഒരാൾക്ക് ഒരു മര്യാദയ്ക്ക് ഉത്തരില്ല. ഞാനൊരു കാര്യമുണ്ട്, നമ്മളൊരു ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ട്, നിങ്ങളെ സൈഡിൽ ഒരു മറുപടി ഉണ്ടാവും കേട്ടോ. നമുക്കും ബാക്കിയുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരാൻ വരാം. അതല്ലെങ്കിൽ ഉണ്ടല്ലേ മറ്റേ എന്താ പറയാ, ഒരു സുഖം എനിക്കൊരു നമ്മളെ ഡൗട്ട് സൈഡിൽ ഉണ്ടായിരുന്നു. പറയൂ. അതായത് ഇപ്പൊ നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ, ചോദിക്കൂ. നമ്മൾ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടും എക്സെൽ വെക്കുന്നതിന് കുറച്ചുകൂടി സൗണ്ട് വേണ്ടിയിട്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർട്ടിക്കുലർ ഇക്വേഷൻസ് വല്ലതും? ഒന്നുകൂടി കുറച്ച് സൗണ്ടിൽ ചോദിക്കോ. അതായത് ഇപ്പൊ നമ്മള് റിസ്ക് റിവാർഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് TP വെക്കുന്നതും എക്സെൽ വെക്കുന്നതും അതുപോലെ തന്നെ എനിക്ക് ക്ലിയർ ആണല്ലേ പറയുന്നത്. ഓക്കെ, ഞാൻ ക്ലാസ്സിൽ വന്നിട്ട് ചോദിക്കാം. നോ ഇഷ്യൂ. ഇപ്പൊ ഓക്കെയാണ്, ഇപ്പൊ സൗണ്ട് ഓക്കെ. ഈ സൗണ്ടിൽ ചോദിക്കുന്നേ. ഓക്കെ, അതല്ല, ഞാൻ എന്താ വെച്ചാലേ ഈ റിസ്ക് റിവാർഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സെലും അതുപോലെ തന്നെ TPയും അതുപോലെ തന്നെ നമ്മൾ അസൈൻഡ് വാല്യൂ, ഇപ്പൊ നമ്മൾ ഏത് ലോട്ട് സൈസിലാണ് സിമ്പിൾ ആയിട്ട് സുമിഷത്തിന്റെ ക്യാപിറ്റൽ എത്രയാ? ഞാൻ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും നമുക്കൊരു 100 അസ്യൂം ചെയ്യാം. അതുപോലെ വേണ്ട, ഒരു 1000 നമുക്ക് ക്യാപിറ്റലായിട്ട് കണക്കൂട്ടാം. ജസ്റ്റ് എല്ലാവർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, നോട്ട് ചെയ്യുന്നതോളം ചെയ്യാം കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, നമ്മള് റിസ്ക് ഇവിടെ നമ്മൾ 1000 ക്യാപിറ്റലായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കണക്കൂട്ടാം. ഓക്കെ, അതാണ് നമ്മുടെ ക്യാപിറ്റൽ. 1000 എത്ര നമ്മളൊരു വേണമെങ്കിൽ 2% ഒക്കെ എന്ത് ചെയ്യാം നമുക്ക് വെക്കാം സ്റ്റാർട്ടിങ്ങിൽ കിട്ടുമോ? കാരണം വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് ട്രേഡ് ചെയ്യാൻ പാടില്ല, കുറഞ്ഞ ട്രേഡുകൾ ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പഠിക്കണം. നമുക്ക് ഈ 1000 എന്ന് പറഞ്ഞാൽ വെറും ഒരാഴ്ച കൂടി കളയാനല്ലോ. നമ്മൾ ഈ 1000 എന്ത് ചെയ്യണം, നമ്മൾ അത്യാവശ്യം പിടിക്കണം. അതെല്ലാം പോട്ടെ, നിങ്ങൾക്ക് 1000 ഒക്കെ നിങ്ങൾ ഒരു 10,000 വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാനും സുഖമുണ്ടോ? അതെല്ലാം നിങ്ങൾക്ക് അതൊന്നും ആലോചിക്കില്ല. ഒരു 10,000 നിങ്ങൾ ക്യാപിറ്റൽ വെക്കാം. ഇതിന്റെ ഒരു 1% നമ്മൾ റിസ്ക് വെക്കുന്നത്. ഓക്കെ, 1% നമുക്ക് ഒരു ദിവസം കളയാൻ പറ്റുന്ന നമ്മളെ മാക്സിമം ഇത് എന്താ പറയാ എമൗണ്ട് എന്ന് പറഞ്ഞാൽ $100 ആണ്. അതായത് 10,000 ഇത് $100 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ $100 വേണം എന്ത് ചെയ്യാം, ഈ $100 വെച്ചിട്ട് നമുക്ക് വേണം എന്ത് ചെയ്യാം, 5 ട്രേഡിങ് മിനിമം ചെയ്യാൻ പറ്റും. ഓക്കെ, 5 ട്രേഡ്. അപ്പൊ ഈ 5 ട്രേഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ 100/5, റൈറ്റ്? അപ്പൊ എത്ര ട്രേഡ് കിട്ടി നമുക്ക്? അവിടെ എത്രയാണ് നമ്മളൊരു ടോട്ടൽ വരുന്നത്? ഒരു ട്രേഡിൽ നമുക്ക് ലോസ് എത്രയാണ്? 100/5. 20. ഒന്ന് നിങ്ങളെ സൈഡിൽ ഒരു ഉത്തരം പറ്റട്ടോ, അതെല്ലാം ഞാൻ വിളിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുക, കാരണം എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ 100/5 ഇത് ഒരു കാര്യം ആലോചിക്കുക, ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ എനിക്ക് അറിയുന്ന കാര്യമാണ് ഞങ്ങൾക്ക് പറയുന്നത്. അപ്പൊ ഇത് അറിയാൻ ആവശ്യമുള്ളവർ നിങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യുക, 100/5 എന്നുള്ളത് നിങ്ങൾ വെക്കുക. അപ്പൊ $20 ആണ് നിങ്ങളൊരു ട്രേഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ലോസ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. $20 എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ട്രേഡിൽ വേണമെങ്കിൽ കളയാൻ പറ്റും. അപ്പൊ അതെങ്ങനെ എന്ത് ചെയ്യണം, നിങ്ങൾ SL മാക്സിമം ഒരു SL വെച്ചാൽ നിങ്ങളിപ്പോ എന്താ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു 3424 അവിടെയാണ് നിങ്ങൾ ട്രേഡ് എടുക്കുക. നിങ്ങൾ 0.01 എടുക്കാൻ എന്ത് ചെയ്യുക, അവിടുന്ന് $20 ആദ്യം നിങ്ങൾക്ക് വേണം SL വെക്കാം. അതായത് 3404 ഒരു SL വെക്കാം. ഒരു ട്രേഡ് ആയിട്ടോ നിങ്ങളെ അവിടെ. ഇങ്ങനത്തെ 5 ട്രേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. കാരണം SL അത്യാവശ്യം ഹെവി ആയിക്കൊണ്ട് അങ്ങനെ വല്ലാണ്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് നോക്കി അവിടെ അത്രയും കറക്റ്റായി നോക്കിയിട്ട് എന്ത് ചെയ്യാം, മാത്രം എടുക്കുക. അതൊരു നിങ്ങൾക്ക് ഒരു 4-5 ശരിക്കും പറഞ്ഞാൽ ഒന്നിക്കൽ 1:1, അതെല്ലാം 1:3, 1:2 ഈ രീതിയിലൊക്കെ എടുക്കുക. ഈ 1:3 എന്നാണ് നിങ്ങൾ അത്യാവശ്യം പ്രോ ആയിരിക്കണം. അതായത് നിങ്ങൾക്ക് ഒരു $10 ലോസ് വരുമ്പോൾ അല്ലെ $20 ലോസ് വരുമ്പോൾ $60 ആയിരിക്കും നിങ്ങളുടെ പ്രോഫിറ്റ്. 1:2 എന്ന് പറയുമ്പോൾ ഒരു 20 പോകുമ്പോൾ നിങ്ങൾക്ക് 40 കിട്ടും. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു 1:1 ഒക്കെ ഉണ്ടാകും. 20 കളയുമ്പോൾ 20 ഇട്ടത്. അതല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യുക, SL ഇത്രയും വലുതായി നിങ്ങൾക്ക് ഒരു $10 കിട്ടുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റാർട്ടിങ് എന്ത് ചെയ്യുക, പ്രോഫിറ്റ് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാം. എഗെയിൻ അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാണ്, അവിടെ 100 ബാലൻസ് ആണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് അവിടെ ലോസ് വന്നിട്ടില്ല. പക്ഷെ ഈ 100 ഒരു ദിവസം തീർക്കണം എന്നൊരു നിയമമില്ല. നമ്മൾ ഫിക്സ് ചെയ്താൽ വെച്ചാൽ 5 ട്രേഡാണ്. ആ 5 നല്ല ട്രേഡ് കിട്ടുമ്പോൾ മാത്രം എന്ത് ചെയ്യുക, അതെടുക്കുക. അതെല്ലാം എന്ത് ചെയ്യുക, ആ സാധനം നമ്മൾ ഒഴിവാക്കാം. അതായത് നമ്മളൊരു പ്രോഫിറ്റ് എത്തി, നമ്മളിപ്പോ ഒരു 100 അല്ലെങ്കിൽ ഒരു $50 പ്രോഫിറ്റ് എത്തി, നമുക്ക് നല്ല ട്രേഡ് ഒന്നും കിട്ടുന്നില്ല. ജസ്റ്റ് സ്റ്റോപ്പ് ദ ട്രേഡ്, വാച്ച് ദ മാർക്കറ്റ്, എഗെയിൻ വാച്ച് ദ മാർക്കറ്റ്.
അവന് എല്ലാ ടൈമും നിങ്ങൾ ന്യൂസ് ടൈമിൽ മാർക്കറ്റിൽ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ഇരിക്കുക, വാച്ച് ചെയ്യുക. ട്രേഡ് എടുക്കാൻ പാടില്ല. നിങ്ങൾ അത്യാവശ്യം പ്രൂവ് ആണ് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. അതെല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ മാർക്കറ്റ് വാച്ച് ചെയ്യുക. ആ ന്യൂസിന്റെ എന്താ പറയുക, അത് നോക്കുക എന്താണ് ന്യൂസിന്റെ റിസൾട്ട്. ഇപ്പൊ അധികം നിങ്ങൾ മറ്റേ ഫോറക്സ് ഫാക്ടറി കയറിയാൽ കാണാം, ഇപ്പൊ ഒരു ആക്ച്വൽ ഈസ് ഗ്രേറ്റർ ദാൻ ഹൈ, അല്ലെങ്കിൽ ആക്ച്വൽ ഈസ് ഹൈ ഗ്രേറ്റർ ദാൻ പ്രീവിയസ് കാണിക്കുന്നത്. ആരാണ് വെച്ചപ്പോണ്ടാക്കുന്നത്? ആക്ച്വൽ ഗ്രേറ്റർ ദാൻ പ്രീവിയസ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പൊ ഈ ഇപ്പൊ ഉള്ള മാർക്കറ്റ് അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള റിസൾട്ട് പഴയതിനേക്കാൾ കൂടുകയാണെങ്കിൽ ഗോൾഡിന് നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഗോൾഡിന് പോസിറ്റീവ് ആയിരിക്കും എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നോർമലി ഗോൾഡിന് പോസിറ്റീവ് വരുമ്പോൾ എന്ത് ചെയ്യും, ഡോളറിന് നെഗറ്റീവ് ആയിരിക്കും അല്ലെ. ഒന്നിന്റെ പോസിറ്റീവ് ആയിരിക്കണം, മറ്റേ നെഗറ്റീവ്. അതെന്താ നിങ്ങളൊന്ന് മാർക്കറ്റ് വാച്ച് ചെയ്ത് പഠിക്കുക. ഇതൊക്കെ തന്നെ നമ്മൾ സൈക്കോളജി നമ്മൾ സെറ്റ് ആക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ. നമ്മൾ മാർക്കറ്റിൽ ഇരുന്ന് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ട്രേഡ് എടുത്ത് തുടങ്ങുക. അപ്പൊ എന്ത് ചെയ്യുക, ഈ മാർക്കറ്റിന്റെ മൂവ്മെന്റ്, അതിന്റെ റീസൺ എന്താണെന്ന് പഠിക്കുക, ന്യൂസ് എന്താണെന്ന് പഠിക്കുക. ആ ടൈമിൽ ജസ്റ്റ് മാർക്കറ്റ് സൈഡിൽ ഓപ്പൺ ആക്കുക, ഗൂഗിൾ കയറുക. എന്നിട്ട് ഇപ്പൊ എന്താ പറയുക, ഒരു ഇത് വന്നിട്ട് എന്താ പറയുക, മാർക്കറ്റിൽ പോകുന്ന ഒരു ഫെഡിന്റെ ഇതാണ്, ഫെഡ് ചെയർ സ്പീക്കാണ് അവിടെ കാണിക്കുന്നത്. എന്താണ് അയാൾ സംസാരിച്ചതെന്ന്, അത് എന്താണെന്ന് വാച്ച് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഒരു 3-4 മാസം നിങ്ങൾക്ക് ഒരു കൺട്രീസ് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ടല്ലോ, യു ക്യാൻ ബി എ ഗുഡ് ട്രേഡർ. ഒരു വർഷം 2 വർഷം ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, നിങ്ങൾ രക്ഷയില്ലാത്ത ട്രേഡർമാരായും ചെയ്യും. എന്നൊക്കെ പറഞ്ഞത് ഏത് പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും. ഈ രീതിയിലേക്ക് മാറാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം എന്തായാലും നിർബന്ധമായിട്ട് ഒരു കാര്യം, ഇന്ന് തിങ്കളും ചൊവ്വയും നിങ്ങൾ പാലിക്കുക. നിങ്ങൾ എത്രയാണ് നിങ്ങളുടെ ക്യാപിറ്റൽ, അതിന്റെ 1% റിസ്ക് എടുക്കുക. എന്നിട്ട് ആ രീതിയിൽ മാത്രം ട്രേഡ് ചെയ്യുക. ബുധനാഴ്ച ഇതിന്റെ റിസൾട്ട് നിർബന്ധമായും നമ്മളൊരു ലൈവിലിരിക്കും, ചൊവ്വാഴ്ച ഇരിക്കും, അത് പറയും. നമ്മൾ ഇന്നത്തെ കണ്ടിന്യൂഷൻ ആണെന്ന് അന്ന് മാർക്കറ്റിൽ പറയും, അന്ന് മറ്റേ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ഇട്ടരും. ആ ദിവസം തന്നെ ഇന്നുണ്ടായ എല്ലാവരും വരിക, എന്നിട്ട് നിങ്ങൾ അനുഭവം എന്താണെന്ന് മാത്രം നിങ്ങൾ പറയാ, വേറെ ഒന്നും ആവശ്യമില്ല. ചെക്ക്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ എല്ലാവർക്കും പറഞ്ഞ എന്താന്നുള്ളത്? ഗുഡ്. അപ്പൊ എന്തായാലും എന്ത് ചെയ്യാ, ഞാൻ ജിഷ്ണു സാറിന് ഹാൻഡ് ഓവർ ചെയ്യാം. സാറേ ഒരു സെക്കൻഡ് കേട്ടോ, ജിഷ്ണു സാർ മുങ്ങി തോന്നുന്നുണ്ട്. ഒന്ന് വിളിക്കുന്നു. അപ്പം ഡിയർ ടീം എന്ത് ചെയ്യാം, നമുക്ക് ഈ രീതിയിലോട്ട് മാറാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആഴ്ചയിൽ പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം, ഞാനും ഒരു ആഴ്ച 2 ദിവസമൊക്കെ വന്നിരിക്കാൻ ശ്രമിക്കുക. ഉറപ്പില്ല, പക്ഷെ എന്നെ കൊണ്ട് പറ്റുമ്പോൾ ഞാൻ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഈ രീതിയിൽ നമ്മൾ ഡെയിലി നമ്മളൊരു ലൈവ് ഉദ്ദേശിക്കുന്നത് നമ്മൾ വെറും മാർക്കറ്റിൽ ട്രേഡ് എടുക്കൽ മാത്രമല്ല കേട്ടോ. ഇപ്പൊ എടുത്ത ട്രേഡ് എല്ലാവർക്കും പ്രോഫിറ്റ് ആയില്ലേ? ആവശ്യമുള്ളവർ കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. മാർക്കറ്റ് റിവേഴ്സൽ ഒന്നല്ല, എക്സിറ്റ് ആകാൻ പോണേന് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാവർക്കും എന്ത് ചെയ്യുക, ഇപ്പൊ ഉള്ളൊരു 47,000 കൊണ്ടിട്ട് SL ട്രെയിൽ വെച്ചിട്ട് അവിടെ ഒഴിവാക്കിയത്. കിട്ടുകയാണെങ്കിൽ ഓട്ടി കുറേ മുന്നോട്ട് പോകും. മാർക്കറ്റ് മുകളിലോട്ടിനാണ് പോകേണ്ടത്, താഴോട്ടേക്കല്ല. അതെല്ലാം എന്ത് ചെയ്യുക, SL കോസ്റ്റ് വെച്ചിട്ട് അങ്ങനെ ഒഴിവാക്കുക. അതല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് കുറച്ച് താത്തിയിട്ട് SL വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ട്രേഡിന് വിടാം. ഒന്ന് വരാൻ പറ. 29 ക്ലോസ് ചെയ്യാനില്ല. മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് ആണ് കാണുന്നത്. ഇപ്പൊ 4 അവർ ആയിക്കോട്ടെ 1 അവർ ആയിക്കോട്ടെ, എല്ലാം കുഴപ്പമില്ലാത്ത ബുള്ളിഷ് ആണ്. ഇപ്പം നിനക്ക് വേണം ഒന്നുകൂടി ഹോൾഡ് ചെയ്യാം. അതെന്ത് ചെയ്യാം, SL വേണം ഒന്ന് ട്രെയിൽ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതിനെ മൊത്തമായിട്ടാണ് പറഞ്ഞു വിടാം. അല്ലെ ഇത് പറഞ്ഞു ട്രേഡ് ഞാൻ പറഞ്ഞു കട്ട് ചെയ്യേണ്ടാവുന്നത്, കട്ട് ചെയ്യുന്നവർക്ക് വേണം കട്ട് ചെയ്യാം. അതെല്ലാം എന്ത് ചെയ്യാം, ഹോൾഡ് ചെയ്യാം. പോ എന്തായാലും കയറും. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ SL എന്ത് ചെയ്യാം, നിങ്ങൾ വേണം കോസ്റ്റിൽ കൊണ്ടുവച്ചോട്ടെ, ഒഴിവായിക്കോട്ടെ അല്ലേ. SL കോസ്റ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, ബാക്കി ട്രേഡ് അങ്ങനെ വിട്ടോളാം, അത് പോകുന്നേക്ക് പോട്ടെ. ഇവരോട് ഒരു കാര്യം വന്നിട്ടുണ്ട് ഇപ്പൊ എന്തായാലും, അതായത് 2 ദിവസം തിങ്കളും ചൊവ്വയും ഈ പറഞ്ഞ രീതിയിൽ അവർ ലോസ് ഫിക്സ് ചെയ്തിട്ട് അതിൽ മാത്രം ട്രേഡ് ചെയ്യാൻ, ഓവർലാണ്ട്. എന്നിട്ട് ബുധനാഴ്ച നമുക്ക് ഒന്നുകൂടി റിസൾട്ട് ഇവർ പറയട്ടെ എന്നല്ല എന്താന്നുള്ളത്. എന്ത് അപ്പൊ എന്തായാലും ഗൈസ്, ജിഷ്ണു സാർ ക്ലാസ്സിലുള്ളത്, അവിടെ ഞാൻ വിളിച്ചു വരുത്തിച്ചാണ് സൈൻ ഓഫ് ചെയ്തിട്ടുള്ളത്. എന്നാ പിന്നെ അപ്പൊ എല്ലാരും പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങള് കേട്ടോ. മെയിൻ ആയിട്ട് സൈക്കോളജി ആണ്. നിങ്ങൾ വെറുതെ കുറെ ഇരുന്ന് പഠിച്ചിട്ടും ഇതാക്കിയിട്ടും കാര്യമില്ല. സൈക്കോളജി റെഡി ആക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ അത് ഒറ്റയടിക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാനും പറ്റില്ല, ചെറുതായിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഓരോ ടാസ്കുകൾ നമ്മൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അക്കൗണ്ട് കാര്യങ്ങൾ ഇവിടെയൊക്കെ അത്യാവശ്യം കാര്യമായിട്ട് ചെയ്യുന്നവർ മേടിച്ച് നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇനി ആരെങ്കിലും നോക്കാത്തൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് നമുക്കൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് നോക്കാനായിട്ട് ഒരു സ്റ്റാഫ് തന്നെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ സോ അടുത്ത ക്ലാസ് കാണാം. അതുവരെ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യും കേട്ടോ. എന്തായാലും വെനസ്ഡേ നമുക്കൊന്ന് നോക്കാം എന്താണ് റിസൾട്ട്. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളത് നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വെനസ്ഡേ എന്ത് ചെയ്യാം, അന്ന് വേറെ കാര്യം നമുക്ക് ചെയ്തു തുടങ്ങാം.
നമുക്ക് ഇനി ആഴ്ചയിൽ എന്ത് ചെയ്യാം, പതിയെ ഓരോ പതിയെ ടാസ്കുകൾ ഓരോന്നോരോന്നിങ്ങനെ ചെയ്തിട്ട് ക്ലിയർ എസ്കലേറ്റ് ചെയ്യാം, ചെയ്യുമല്ലോ. മുന്നോട്ടേക്ക് പോവാം. ഓക്കെ ഓക്കെ ഓക്കെ. എനിവേ ഹാവ് എ ഗുഡ് ഡേ, ഹാവ് എ ഹാപ്പി വീക്കെൻഡ്. താങ്ക് യു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഇപ്പൊ ഇന്നത്തെ ഇത് കേട്ടിട്ട് എനിക്ക് ഇവിടെ ഒരു അക്കൗണ്ട് തുടങ്ങണമെന്നുണ്ട്. ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഉറപ്പായിട്ടും പവിത്രൻ സാർ എന്നാ ഫ്രീ ഉള്ളെന്നൊന്ന് ഇറങ്ങോണ്ടു കേട്ടോ. അല്ല, ഞാൻ സാറിന്റെ വിളി കേട്ടിരിക്കുകയാണ്. അതാ ഇതുവരെ വിളി കേട്ടില്ല. അല്ല ഒന്നാമത് ഞാൻ സാർ ഈവനിങ് കുറച്ച് തിരക്കാണ്, അതാണ് ഇപ്പൊ തന്നെ ക്ലാസ്സിന്റെ ഇടയിൽ നിന്ന് വിളിച്ചതാണ്. ഞാനിപ്പോ ക്ലാസ്സിന്റെ ഇടയിൽ വിളിച്ചു വെച്ചാണ് ഇങ്ങോട്ടേക്ക്. ഞാൻ പറഞ്ഞ ആയിരിക്കും നമ്മളെ പറ്റി. അപ്പൊ സാറ് പറഞ്ഞാൽ മതി, ഞാൻ വരാം. ഒരു ദിവസം വൈകിട്ട് ഞാൻ ഇറങ്ങാം. തിങ്കളാഴ്ച മണിലാൽ സാർ ഇപ്പൊ ഇന്നൊക്കെ വന്നിരുന്നല്ലോ. ഇടയ്ക്കും ഒക്കെ വരാറുണ്ട്. സാർ ഫ്രീ സമയം നോക്കിയിട്ട് ഇറങ്ങിയാൽ മതി കേട്ടോ. എന്തായാലും ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ബുധനാഴ്ച നമുക്ക് പുതിയ വേറെ ടാസ്കിലേക്ക് നമുക്ക് പോകുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ അതുവരെ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ തിങ്കൾ ചൊവ്വ നിർബന്ധമായിട്ട് ഇത് പാലിക്കാൻ. ഞാൻ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ട്രേഡറാക്കുന്നതിന് ഞങ്ങളും തയ്യാറാണ്, ഞങ്ങളും റെഡിയാണ്. പക്ഷെ എന്ത് ചെയ്യണം, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ നിർബന്ധമായിട്ടും തയ്യാറായിരിക്കണം. അല്ലാത്ത നമ്മൾ ഇവിടെ ഇന്നൊരു കാര്യം പറയും, നമ്മൾ ഈ കഷ്ടപ്പെട്ട് നമ്മൾ ഈ ടൈം ഉണ്ടാക്കി നിങ്ങളൊരു കാര്യം പറയും, നിങ്ങളത് പാലിക്കാൻ ഓക്കെ അല്ല, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോവാണെങ്കിൽ ഈ പറഞ്ഞ ലൈവിനോ ഒന്നിനും പ്രസക്തി ഉണ്ടായിരിക്കുന്നതല്ല. അപ്പൊ ഹോപ്പ് യു വിൽ ഡു ഇറ്റ് ബെറ്റർ. താങ്ക് യു. ഗുഡ് നൈറ്റ്. അപ്പൊ എന്തായാലും എല്ലാവരും ഒരു ഹാപ്പി വീക്കെൻഡ്. ഈ ട്രേഡ് നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് നോക്കിക്കോട്ടാ. ഓക്കെ, ബൈ ബൈ. അപ്പൊ എന്തായാലും നിങ്ങൾ ഇന്നത്തെ എന്തായാലും നിങ്ങൾക്ക് ലൈവിൽ നിങ്ങൾക്ക് കിട്ടിയ അഭിപ്രായം എല്ലാവരും കമ്മ്യൂണിറ്റിയിൽ പറയാ. എന്താണ് നിങ്ങളെ ലൈവ് ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നുള്ള കമ്മ്യൂണിറ്റി പറയാ. ഇത് വേറൊന്നും കൊണ്ടല്ല, ഇതൊരു എന്താ പറയുക ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ല, ഇത് അഡ്വർടൈസ്മെന്റ് വേണ്ടിക്കൊന്നുമില്ല. നിങ്ങൾ ഈ ഒരു ഇത് കാണുമ്പോൾ എന്ത് ചെയ്യും, അതിൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും, അടുത്ത ലൈവിൽ ജോയിൻ ചെയ്യും. അത് എല്ലാവർക്കും ഒരു ഉപകാരമായിട്ട് മാറും. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യാം, എല്ലാവരും മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എന്തായാലും ഇതിലുണ്ടായ എല്ലാവരും നിർബന്ധം നിങ്ങൾക്ക് മറ്റെന്താ പറയുക കമ്മ്യൂണിറ്റിയിൽ മെസ്സേജ് ഇടാം. എന്താണ് നിങ്ങളെ ഇങ്ങനത്തെ ഒരു ലൈവിനെ കൊണ്ട് നിൽക്കുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഓപ്പൺ ആയിട്ട് വരട്ടെ, ബെനിഫിറ്റ് ഒന്നും ഇല്ല, വേസ്റ്റ് ഓഫ് ടൈം ആണ്. അങ്ങനെ തന്നെ ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം, നത്തിങ് ടു വറി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ചിന്തിക്കുക എവിടെയാണ് ഞാൻ മാറേണ്ടത്, അല്ല എവിടെയാണ് നമ്മളെ സൈഡിൽ നിന്ന് എവിടെയാണ് മാറേണ്ടത്. ഞങ്ങൾ മാറാൻ തയ്യാറാണ്. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭദിനം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. അപ്പൊ എന്തായാലും കമ്മ്യൂണിറ്റിയിൽ ഒരു മെസ്സേജ് ഇടാൻ മറക്കണ്ട. അല്ലാത്ത ആൾക്കാർ അടുത്ത ആഴ്ച ഞാൻ തെരഞ്ഞു പിടിച്ച് തല്ലുന്നാണ് കാണിച്ചത് അടുക്ക്. ഓക്കെ ബൈ ബൈ ബൈ. അപ്പൊ ശരി എന്നാ. ഓക്കെ ബൈ.